ഹായ് മക്കളെ. അപ്പോൾ നമ്മൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് അൺഅക്കാഡമിയുടെ നമ്മുടെ മോക്ക് എക്സാമിന്റെ സൊല്യൂഷൻസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് ലെമീസ് നാസിം എന്നാണ്. ഞാൻ നിങ്ങളുടെ ബയോളജിയിൽ പ്രത്യേകിച്ച് സുവോളജി എന്ന് പറയുന്ന ടോപ്പിക്ക് സോൾവ് ചെയ്യാനും നിങ്ങളെ പഠിപ്പിക്കാനും നിങ്ങളെ റിപ്പീറ്റ് ലെവലിലേക്ക് ഉയർത്താനും അൺഅക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ വന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നതിന് മെയിൻ മോട്ടോ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഒരു ടെസ്റ്റ് പേപ്പർ 1 എന്ന് പറയുന്ന ഒരു പരിപാടി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു പരിപാടി കഴിയുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ സൊല്യൂഷൻ കാണേണ്ടത് നിർബന്ധമാണ്. സോ ഇവിടെ നമ്മൾ സുവോളജിയുടെ സൊല്യൂഷൻസ് ആണ് പ്രധാനമായിട്ടും നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സുവോളജി എന്ന് പറയുന്ന സംഗതി ഫോക്കസ് ചെയ്യാനായിട്ട് നമ്മളിവിടെ വരുമ്പോൾ നമുക്കതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എഴുതിയ എക്സാമിൻ്റെ ഏറ്റവും അവസാനത്തെ 136ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 180 വരെയുള്ള സുവോളജി ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ അല്ലേ? അപ്പോൾ മക്കളെ ദാ ഇവിടെ ശ്രദ്ധിക്കൂ, നമുക്ക് 136ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 136ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. 136ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ബ്ലഡ് ഈസ് എ ഫ്ലൂയിഡ്, സെലക്ട് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. എപ്പോഴും മക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്ന് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം. അപ്പോൾ ചിലപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആവും ചോദിക്കുക, ചിലപ്പോൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ചോദിക്കുക. അതെന്താണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യണം. ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ നമുക്ക് ശരികളൊക്കെ ഒഴിവാക്കിയിട്ട് തെറ്റ് മാത്രം കണ്ടുപിടിക്കുക. ബ്ലഡ് ഇസ് എ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ, ശരിയല്ലേ? ബ്ലഡ് ഇസ് എ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് ഇതിലൊക്കെ പഠിക്കുന്നുണ്ട്. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസിന്റെ പഴയ ടെക്സ്റ്റ് ബുക്കിന്റെ PDF ഉണ്ടെങ്കിൽ അതിലും ഉണ്ടാവും. ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷനിലെ ആദ്യത്തെ പേജിൽ തന്നെ നമ്മുടെ ബോഡി ഫ്ലൂയിഡ് ബ്ലഡ് ആണ് എന്നും പറയുന്നുണ്ട്, അതിൽ പറയുന്നു. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ കാർട്ടിലേജസ് ഇൻ embryo are replaced by bones in adults. ഓക്കെ അല്ലേ? ഇത് ശരിക്കും പറഞ്ഞ അനിമൽ കിങ്ഡത്തിലെ ഒരു സംഗതിയാണ്. അത് അനിമൽ കിങ്ഡം ആണെന്നും പറയാം, അല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ചെറിയ ബേസിക് ചാപ്റ്റേഴ്സ് വരുന്നതിലും ബയോ ക്ലാസിഫിക്കേഷനിലും ഒക്കെ പറയാം. വേർട്ടിബ്രേറ്റ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫൈലം കോർഡേറ്റയിലെ ഒരു സബ് ഫൈലമാണ്. ഏതൊക്കെ സബ് ഫൈലംസ് ആണ് വേർട്ടിബ്രേറ്റയിലുള്ളത്? നമുക്ക് സെഫാലോകോഡേറ്റ്സ് ഉണ്ട്, യൂറോകോഡേറ്റ്സ് ഉണ്ട്, വേർട്ടിബ്രേറ്റ്സ് ഉണ്ട്. വേർട്ടിബ്രേറ്റിന്റെ പ്രത്യേകത എന്താണ് മക്കളെ? വേർട്ടിബ്രേറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്ന കോർഡേറ്റ എന്ന് പറയുന്ന ഒരു സാധനം എംബ്രിയോ കാലഘട്ടത്തിൽ വെർട്ടിബ്രൽ കോളമായി മാറുന്ന പരിപാടി. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വെർട്ടിബ്രേറ്റുകൾ ഇതാ എംബ്രിയോസ് ആർ റീപ്ലേസ്ഡ് ബൈ ബോൺസ് ഇൻ അഡൾട്ട്സ്. അതും ശരിയാണ്. NCERT അനിമൽ കിങ്ഡത്തിൽ ഫൈലം കോർഡേറ്റയിൽ രണ്ടാമത്തെ പേജിൽ രണ്ടാമത്തെ പാരഗ്രാഫ് റെഫർ ചെയ്താൽ നിങ്ങൾക്കത് കിട്ടും. ദി സ്മൂത്ത്, അടുത്ത മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, ദി സ്മൂത്ത് മസിൽ ഫൈബേഴ്സ് ടേപ്പർ. സ്മൂത്ത് മസിൽ ഫൈബേഴ്സ് ടേപ്പർ അറ്റ് ദി ബോത്ത് എൻഡ്സ്. ശരിയാണ്, ടേപ്പർ അറ്റ് ബോത്ത് എൻഡ്സ് ശരിയാണ്. പക്ഷേ ആൻഡ് ഷോ സ്ട്രയേഷൻസ്, അവിടെയാണ് മക്കളെ ഈ ചോദ്യത്തിന്റെ അടിപൊളി ഒരു പരിപാടി. ഇതാ ഈ ഷോ സ്ട്രയേഷൻസ് എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം നോക്ക്, പേരിന്റെ തുടക്കം തന്നെ സ്മൂത്ത് എന്നാണ്. സ്മൂത്ത് എന്ന് വെച്ചാൽ സ്ട്രയേഷൻസ് ഉണ്ടാവില്ല. സ്മൂത്ത് എന്ന് പറഞ്ഞാൽ അത് സ്മൂത്ത് ആണ്, സ്ട്രയേഷൻസ് ഇല്ല. സോ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? അപ്പൊ നമുക്ക് ഉത്തരം അപ്പൊ തന്നെ കിട്ടി. എന്നാലും ഒന്ന് കൺഫർമേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവസാനത്തെ സ്റ്റേറ്റ്മെന്റും കൂടി നോക്കാം. Tight junctions help to stop substances from leaking across a tissue. ഓക്കെ അല്ലേ? ഇതിനെക്കുറിച്ച് ടൈറ്റ് ജംഗ്ഷൻ, ഗ്യാപ്പ് ജംഗ്ഷൻ, അഡറിങ് ജംഗ്ഷൻസിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കണമെങ്കിൽ പഴയ NCERTയുടെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന് പറയുന്ന PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്കതിൽ 5ാമത്തെയോ 4ാമത്തെയോ പേജിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കാണാൻ പറ്റും. കോമ്പൗണ്ട് എപ്പിത്തീലിയം കഴിഞ്ഞിട്ട് വരുന്ന പാരഗ്രാഫിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി NCERT പരാമർശിക്കുന്നുണ്ട്. 2 സെല്ലുകളുടെയോ ഒരു കൂട്ടം ഓഫ് സെല്ലുകളുടെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ഓഫ് ഏരിയകളെയോ ചേർത്ത് വെക്കുന്ന ജംഗ്ഷൻസ് ആണ്. ഓരോ ജംഗ്ഷനും ഓരോ ഫംഗ്ഷൻ ഉണ്ട്. ഓരോന്നിനെയും കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ സ്റ്റക്കായി പോവും. അത് വേണ്ട. എന്നാലും നമുക്ക് പറ്റാവുന്ന അത്രയും എക്സ്പ്ലനേഷൻസ് പറയുന്നതാണ് നമുക്ക് കുറച്ച് കംഫർട്ടബിൾ. ഓക്കെ, അപ്പം അതും ശരിയാണ്. അപ്പം ഞാൻ ഓരോന്ന് പറയുമ്പോഴും മക്കളെ നിങ്ങൾ പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ചാപ്റ്ററിലേക്ക് പോകാം, പ്രശ്നമില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് വന്നിട്ടുണ്ട്, മെയിനായിട്ട് ഇത് സ്ട്രക്ചറൽ ഓർഗനൈസേഷനിൽ കറങ്ങി നിന്നാൽ മതി. എന്നാലും ചെറുങ്ങനെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അനിമൽ കിങ്ഡത്തിൻ്റെ കോർഡേറ്റയിലേക്ക് ഒന്ന് ചാടണം, ചെറുങ്ങനെ നമ്മൾ സ്ട്രക്ചറൽ ഓർഗനൈസേഷനിലേക്കും ഒന്ന് ചാടണം.
ഓക്കെ അല്ലേ? നമ്മുടെ സുവോളജി അല്ലെങ്കിൽ ബയോളജി, ബോട്ടണി എന്നോ സുവോളജി എന്നോ വേർതിരിക്കാൻ പറ്റാണ്ട് എല്ലാം കണക്റ്റഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാ സബ്ജക്റ്റും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഓപ്ഷൻ നമ്പർ 3. പ്രശ്നമുണ്ടോ? പ്രശ്നമല്ല. എന്നാൽ നമുക്ക് അടുത്ത സെറ്റിലേക്ക് പോകാം. ഇതാ നോക്കൂ, 137ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ഓക്കെ അല്ലേ? 137. ഞാൻ 137 എന്ന് പറയുമ്പോൾ നിങ്ങൾ 137ലേക്ക് മാത്രം ശ്രദ്ധിക്കുക. അതിൻ്റെ താഴെ 138ൻ്റെ വരി ശ്രദ്ധിക്കാൻ പോകരുത്. ഓക്കെ, അപ്പം 137 എന്താണ് മക്കളെ പറയുന്നത്? 137 ഈ ഒരു ചോദ്യത്തിന് ഒരു ചെറിയ ഒരു പ്രത്യേകത, GM പ്ലാന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ്. ഓക്കെ, ഈ ഒരു ചോദ്യത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ ഈ പറയുന്ന ഇതിൻ്റെ അവസാനം ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ അവസാനം ഞാൻ പറഞ്ഞുതരാം. GM പ്ലാന്റ്സ് ഹാവ് ബീൻ യൂസ്ഫുൾ ഇൻ മെനി വേസ്. പല വഴികളിലും ജനറ്റിക്കലി മോഡിഫൈഡ്, GM എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് അത് കത്തിക്കോണം എന്നില്ല, ജനറ്റിക്കലി മോഡിഫൈഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ അല്ലേ? അപ്പോൾ GM എന്ന് ഉദ്ദേശിക്കുന്നത് ചിലർക്കെങ്കിലും വേണ്ടിയിട്ട് പറയുന്നതാണ് ജനറ്റിക്കലി. ഇത് കുറച്ച് കനം കൂടിപ്പോയി, കുഴപ്പമില്ല, നമുക്കതിൻ്റെ കനം കുറയ്ക്കാം, ഒരു സീനുമില്ല, എല്ലാറ്റിനും നമുക്കിവിടെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ GM എന്ന് ഉദ്ദേശിച്ച ജനറൽ മാനേജർ എന്നല്ല, ജനറ്റിക്കലി മോഡിഫൈഡ് എന്നാണ് GM. അപ്പോൾ ചിലർക്കെങ്കിലും വേണ്ടിയിട്ടാണ് ഞാൻ ഈ പരിപാടി പറയുന്നത്. ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ്, എന്തെങ്കിലും തരത്തിൽ ജനിതക വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുള്ള സസ്യങ്ങൾ, ഹാവ് ബീൻ യൂസ്ഫുൾ ഇൻ മെനി വേസ്, നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് പല വഴിക്ക്. ഓക്കെ അല്ലേ? ഈ ബയോടെക്നോളജി എഞ്ചിനീയേഴ്സ് ചെയ്തെടുക്കുന്ന ഈ ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സിനെ കുറിച്ചിട്ട് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലും ബയോടെക്നോളജി ആപ്ലിക്കേഷൻസിലും നിങ്ങൾ വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. ബോട്ടണി ആണെങ്കിലും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ജനറ്റിക് മോഡിഫിക്കേഷനിൽ എന്തൊക്കെ ഉണ്ട്? മെയ്ഡ് ക്രോപ്സ് മോർ സസെപ്റ്റബിൾ ടു അബയോട്ടിക് സ്ട്രെസ്സസ്. ഓക്കെ അല്ലേ? അബയോട്ടിക് സ്ട്രെസ്സസ് ഈ പറയുന്ന ക്ലൈമാറ്റിക് കണ്ടീഷൻസും ജീവനല്ലാത്ത മറ്റ് കണ്ടീഷൻസൊക്കെ, ഈ ക്ലൈമറ്റും ടെമ്പറേച്ചർ ഈ വക പരിപാടികൾക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്രോപ്സിനെ കുറച്ചും കൂടെ അഡാപ്റ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. ശരിയല്ലേ? അതെ. ഹെൽപ്പ് ടു റെഡ്യൂസ് പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസസ്. ഓക്കെ അല്ലേ? നമുക്ക് ഒരു വിളവെടുപ്പ് കഴിഞ്ഞാൽ കർഷകൻ ഒരുപാട് നഷ്ടം ഉണ്ടാവാറുണ്ട്. ഒരുപാട് നഷ്ടം ഇൻ ദ സെൻസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മണ്ണങ്ങ് വളക്കൂറില്ലാത്ത അത്രയും അവസ്ഥയാവും. എന്താ പറയുക, ഒരു പുൽക്കൊടി പോലും വളരാത്ത അത്രയും മണ്ണ് എന്താവും? വളക്കൂറില്ലാത്ത അവസ്ഥയിലേക്ക് ചെല്ലും. അങ്ങനെ വളക്കൂറില്ലാത്തൊരവസ്ഥയിലേക്ക് മണ്ണ് എത്തുന്നതെന്ന് പറഞ്ഞാൽ ഈ വിളവെടുപ്പ് കഴിഞ്ഞിട്ടുള്ള കർഷകൻ്റെ നഷ്ടമാണ്. സോ അത്തരം നഷ്ടങ്ങളൊക്കെ എന്ത് ചെയ്യാം? നികത്താൻ ആർക്ക് സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്? ജനറ്റിക്കലി മോഡിഫൈഡ് ഒരു മയത്തിലെ മണ്ണെന്ന് വലിച്ചെടുക്കുള്ളൂ. ഇനി ഇൻക്രീസ്ഡ് റിലയൻസ് ഓൺ കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. കെമിക്കൽ പെസ്റ്റിസൈഡ്സിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുക എന്നതാണ് ജനറ്റിക്കൽ മോഡിഫൈഡ് ക്രോപ്സ് എങ്കിൽ അത് തെറ്റല്ലേ? നമുക്ക് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആണോ ആവശ്യം? അല്ല. ബയോളജിക്കൽ ഈ പറയുന്ന കൺട്രോളിങ് ഏജൻസും ബയോ കൺട്രോൾ ഏജൻസും ബയോ ഓർഗാനിക് ഫാമിങ്ങും ഈ പറയുന്ന ബയോ ഫെർട്ടിലൈസേഴ്സിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരിപാടി നടത്താൻ പറ്റുമ്പോഴാണ് ഇത് കുറച്ചും കൂടെ നമ്മൾ എല്ലാ ആംഗിളിലും റെഡിയാക്കണമല്ലോ. ഇപ്പം നമ്മൾ കാറുകളിൽ EV എടുക്കാൻ കാരണം എന്താണ്? ഒന്ന് പൈസ ലാഭം മാത്രമല്ല, പ്രകൃതിക്കും EV നല്ലതാണ് എന്ന് പറയുന്നത് പോലെ നമ്മൾ ജനറ്റിക്കലി പ്ലാന്റ്സിനെ മോഡിഫൈ ചെയ്യുമ്പോൾ അതെല്ലാ അർത്ഥത്തിലും മറ്റ് പ്രകൃതിയിലുള്ള മറ്റ് ജീവികൾക്കും ഓക്കെ ആവുന്ന തരത്തിലായിരിക്കണം നമ്മുടെ കണ്ടുപിടുത്തം. അങ്ങനെ വരുമ്പോൾ ഇത് തെറ്റാണ്. ഇൻക്രീസ്ഡ് റിലയൻസ് ഓൺ കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. ഇനി നാലാമത്തത് ഡിക്രീസ്ഡ് എഫിഷ്യൻസി ഓഫ് മിനറൽ യൂസേജ് ബൈ പ്ലാന്റ്സ്. ഡിക്രീസ്ഡ് എഫിഷ്യൻസി ഓഫ് മിനറൽ യൂസേജ് ബൈ പ്ലാന്റ്സ് എന്ന് പറയുന്നത് അല്ല, ഇൻക്രീസ്ഡ് ആണ്. ഇവിടെ ഇൻക്രീസ്ഡ് ആണ്, ഇവിടെയും ഡിക്രീസ്ഡ് ആണ്. ഇവിടെയും എന്താണ് മക്കളെ? ഡിക്രീസ്ഡ് ആണ്. സോ ഈ ഒരു സാധനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ എററാണ്. കാരണം ക്വസ്റ്റ്യനിൽ 2 ശരികളുണ്ട്. ഇതാ നോക്കൂ, ഇവിടെ 2 ശരിയുണ്ട്, ഇതും ശരിയാണ്, ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. സോ നമുക്കിവിടെ 2 ശരികളും 2 തെറ്റുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇതിൻ്റെ ഒരു കീ കൺസിഡർ ചെയ്യാൻ പറ്റുന്നതല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ഉത്തരത്തിലേക്ക് എങ്ങനെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ആ ഉത്തരത്തിലേക്ക് എത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളിവിടെ ക്ലാരിഫൈ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തോളും? അസാധുവായിട്ട് കണ്ടിട്ട് വി വിൽ മേക്ക് ഇറ്റ് ന്യൂട്രൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യും? ഡിലീറ്റ് ചെയ്യും. ജസ്റ്റ് ഇതിൻ്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് തന്നേ ഉള്ളൂ. ഇനി
138 നമുക്ക് നോക്കാം. 138 എന്താ പറയുന്നത്? ഓൾ ഓഫ് ദി ഫോളോയിങ് ആർ അൺപെയർഡ് സ്ട്രക്ചേഴ്സ്. അൺപെയർഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് എല്ലാം. ഇൻ പെരിപ്ലാനാറ്റ അമേരിക്കാന. ആരാണ് മക്കളേത്? കോക്രോച്ച് അല്ലേ? കോക്രോച്ചിൻ്റെ സയൻറ്റിഫിക് നെയിമാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ള ഒരു വകഭേദത്തിൻ്റെ നെയിമാണ് പെരിപ്ലാനേറ്റ അമേരിക്കാന. സ്ട്രക്ചറൽ ഓർഗനൈസേഷനിൽ ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത പഴയ ടെക്സ്റ്റ് ബുക്കിലുള്ള നമ്മൾ പഠിക്കേണ്ട സാധനമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ കോക്രോച്ചിൽ നമുക്ക് പറയേണ്ടത് എന്താണ്? ലാബിയം. ഇത് ശരിക്കും ലോവർ ലിപ്പാണ് സാധനം. ലോവർ ലിപ്പ് ഇവൻ എന്താണ്? അൺപെയർഡ് ആണ്. ഹൈപ്പോവാരിങ്സ് ഇതെന്താണ്? ശരിക്കും ടങ്ങാണ് സാധനം, അതും അൺപെയർഡ് ആണ്. ലാബ്രം അപ്പർ ലിപ്പാണ് ഇവൻ, അവനും എന്താണ്? അൺപെയർഡ് ആണ്. ഇനി മാൻഡിബിൾ, അവൻ മാത്രം എന്താണ്? പെയർഡ് ആണ്. സോ 138ന്റെ ഉത്തരം നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? 4 കൺസിഡർ ചെയ്യാം. ഓക്കെ അല്ലേ? നാലാമത്തെ. ബാക്കി എല്ലാവരും എന്താണ്? അൺപെയർഡ് ആണ്. ഇതേ നോക്കൂ, ഇവരും ഒക്കെ എന്താണ്? അൺപെയർഡ് ആണ്. ഒരാൾ മാത്രമേ നമുക്കതിൽ പെയർഡ് ആയിട്ടുള്ളൂ. ഇനി ദി മാക്സിമം വോളിയം ഓഫ് എയർ a person can breathe in after a forcible expiration can be represented by. ഇത് ശരിക്കും ഒരു ഡെഫിനിഷൻ ആണ് കേട്ടോ മക്കളെ. ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആണ് സംഗതി. അതിൽ റെസ്പിറേറ്ററി വോളിയൂംസ് ആൻഡ് കപ്പാസിറ്റിയിൽ നിങ്ങൾ വൈറ്റൽ കപ്പാസിറ്റിയുടെ ഡെഫിനിഷൻ നോക്കിയാൽ ഈ സ്റ്റേറ്റ്മെന്റ് അവിടെ കാണാം. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? IRV, ERV, TV. ഇനി ടോട്ടൽ ലങ് കപ്പാസിറ്റി TLC എന്ന് പറഞ്ഞാൽ VC പ്ലസ് RV. അപ്പോൾ VC ഈസ് ഈക്വൽ ടു TLC മൈനസ് RV. ഇതാണ് സംഗതി. ഓക്കെ അല്ലേ? ഓപ്ഷൻ നമ്പർ 3 ഇതാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ 140ലേക്ക് പോകാം. അപ്പോൾ 140ലേക്ക് നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കണേ മക്കളെ. 140ത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. സെലക്ട് ദി സെറ്റ് ഓഫ് ആനിമൽസ് വിച്ച് പൊസസ് സ്യൂഡോസീലം ആൻഡ് എക്സിബിറ്റ്സ് ബൈലാറ്ററൽ സിമെട്രി. ആരെക്കുറിച്ചാണ് ഇവിടെ പറയുന്ന? ആഷൽമിന്തസിനെ കുറിച്ചല്ലേ? ആഷൽമിന്തസിനെ കുറിച്ചല്ലേ ഇവിടെ പറയുന്നത്? ആഷൽമിന്തസിനെ കുറിച്ച് പറയുമ്പോൾ അസ്കാരിസ്, ബുച്ചറേറിയ, ആൻസിലോസ്റ്റോമ അല്ലേ എക്സാമ്പിൾ? ഫൈലം ആഷൽമിന്തസിനെ കുറിച്ചിട്ടാണ് പറയുക. കാരണം ഈ ആഷൽമിന്തസിന് മാത്രമേ എന്തുള്ളൂ? സ്യൂഡോസീലം ഉള്ളൂ. സ്യൂഡോസീലവും ബൈലാറ്ററൽ സിമെട്രി ആഷൽമിന്തസിന് മാത്രമുള്ള പ്രോപ്പർട്ടി. ബൈലാറ്ററൽ സിമെട്രി വേറെ പലരും കാണിച്ചാലും സ്യൂഡോസീലം ആർക്ക് മാത്രമേ ഉള്ളൂ? ആഷൽമിന്തസിന് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? സീലോമേറ്റുകൾ എന്താ, സ്യൂഡോസീലോമേറ്റുകൾ എന്താ, അസീലോമേറ്റുകൾ എന്താ, ഇതെന്താണെന്നും ഇതിൻ്റെ എക്സാമ്പിൾസ് വ്യക്തമായി അനിമൽ കിങ്ഡത്തിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാഠവേദ അനിമൽ കിങ്ഡം ആണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ 141ലേക്ക് പോകുമ്പോൾ 141ലേക്ക് നമുക്ക് പോകാം. ചൂസ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു എംഫസീമ. എംഫസീമയെ കുറിച്ച് തെറ്റായ കാര്യം ഏതാണെന്നാണ് ഇവിടെ പറയുന്നത്. വൺ ഓഫ് ദി മേജർ കോസസ് എക്സസീവ് സിഗരറ്റ് സ്മോക്കിംഗ്. ശരിയാണ്. ബ്രീതിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഡിസോർഡേഴ്സിന്റെ ഭാഗത്ത് ഈ പറയുന്ന എംഫസീമയെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ അവസാനത്തെ സെന്റൻസിൽ പറയുന്നുണ്ട് സിഗരറ്റ് സ്മോക്കിംഗ് ആണ് എംഫസീമയ്ക്ക് കാരണം. ശരിയാണ്. വാൾസ് ഓഫ് ആൽവിയോളൈ ഡാമേജ്ഡ് ആകും. അതും ശരിയാണ്. ലങ് ഗെറ്റ്സ് ഇൻഫ്ലേറ്റഡ്. ഓക്കെ അല്ലേ? അതും ശരിയാണ്. എന്തുകൊണ്ടാണ്? NCERT പറയുന്നില്ല. ബിക്കോസ് ഡ്യൂ ടു ലോ സർഫസ് ഏരിയ. ഇനി എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഇൻക്രീസസ് അക്രോസ് ആൽവിയോളൈ ഡ്യൂ ടു ഡിക്രീസ് ഇൻ സർഫസ് ഏരിയ. ഓക്കെ അല്ലേ? എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഇൻക്രീസ് അല്ല. ഇത് ശരിക്കും തെറ്റാണ്. എന്തുകൊണ്ടാണ് തെറ്റാവുന്നത്? ഇൻക്രീസ് അല്ല, അത് ഡിക്രീസ് ആണ്. അപ്പൊ ഇത് തെറ്റാണെങ്കിൽ ഇതല്ലേ ഉത്തരം? ഇൻകറക്റ്റ് അല്ലേ ചോദിച്ചത്?
ഇതാ നോക്കൂ, ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നാലാമത്തെ മാത്രമാണ് തെറ്റ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏതാണ് അടുത്ത ക്വസ്റ്റ്യൻ? 141 അല്ലേ പിള്ളേരെ? 141, സോറി 141 കഴിഞ്ഞു. നമുക്ക് 142. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിലെ മറ്റൊരു സുന്ദരമായ ഒരു ചോദ്യമാണ് മലിഗ്നന്റ് ട്യൂമേഴ്സ്. മലിഗ്നന്റ് ട്യൂമേഴ്സ് താഴെ കാണുന്നവയിൽ എന്ത് കാണിക്കില്ല? ഷോ ഓൾ ഓഫ് ദി ഫോളോയിങ് ഫീച്ചേഴ്സ് എക്സെപ്റ്റ്. താഴെ കാണിക്കുന്നതിൽ ഒന്നൊഴിച്ച് ബാക്കിയെല്ലാം കാണിക്കും. അൺകൺട്രോൾഡ് ആൻഡ് റാപ്പിഡ് ഗ്രോത്ത്, അത് കാണിക്കും. മലിഗ്നന്റ് ട്യൂമർ അല്ലേ അത് കാണിച്ച? എന്തോ മലിഗ്നന്റ് ട്യൂമർ, രണ്ട് തരം ട്യൂമറുകളാണല്ലോ. ട്യൂമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടം സെൽസ്, കോണ്ടാക്ട് ഇൻഹിബിഷൻ നഷ്ടപ്പെട്ട ഒരു കൂട്ടം സെൽസിനെ വിളിക്കുന്ന പേരാണ് ട്യൂമേഴ്സ്. ഈ പറയുന്ന ട്യൂമേഴ്സ് രണ്ട് തരത്തിലുണ്ട്. ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ബെനൈൻ ട്യൂമേഴ്സും പരന്നു പോകുന്ന എന്താ പറയുക മെറ്റാസ്റ്റാസിസ് കാണിക്കുന്നത് മലിഗ്നന്റ് ട്യൂമേഴ്സും. ബെനൈൻ ട്യൂമേഴ്സും ഉണ്ട്, മലിഗ്നന്റ് ട്യൂമേഴ്സും ഉണ്ട്. ഇതിൽ മലിഗ്നന്റ് ട്യൂമേഴ്സ് ഇതിൽ എന്തോ കാണിക്കില്ല. അൺകൺട്രോൾഡ് ആൻഡ് റാപ്പിഡ് ഗ്രോത്ത് മലിഗ്നന്റ് ട്യൂമേഴ്സ് കാണിക്കും. ഡാമേജ് ടു സറൗണ്ടിങ് ടിഷ്യൂസ് മലിഗ്നന്റ് ട്യൂമേഴ്സ് കാണിക്കും. പ്രസൻസ് ഓഫ് കോണ്ടാക്ട് ഇൻഹിബിഷൻ അത് മലിഗ്നന്റ് ട്യൂമേഴ്സ് കാണിക്കില്ല. ആബ്സെൻസ് ആണ് ഉണ്ടാവുക. മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്ന സാധനം മലിഗ്നന്റ് ട്യൂമേഴ്സ് കാണിക്കും. അങ്ങനെ വരുമ്പോൾ 3 അല്ലേ 142ന്റെ ഉത്തരം? ഓക്കെ, 142 ഉത്തരം എത്ര? മൂന്നാമത്തതാണ്. ഇനി 143ാമത്തെ ചോദ്യം. ദി കറക്റ്റ് സെറ്റ് ഓഫ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്, ബയോമോളിക്യൂൾ എന്ന് പറയുന്ന പാഠമാണ്. ദാറ്റ് ബിലോങ് ടു ദി കാറ്റഗറി ഓഫ് ആൽക്കലോയിഡ്സ്. ഏകദേശം ബയോമോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഒരു ടേബിൾ ഉണ്ട്. ഒരു 1, 2, 3, 4 ഒരു 3-4 പേജ് കഴിച്ചാൽ ഇടത് ഭാഗത്ത് ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ട് ഒരു മൂന്നാമത്തെ ഒരു ടേബിൾ ഉണ്ട്. മെറ്റബോളൈറ്റ്സിനെ കുറിച്ച് പറയുന്നതാണ്. ഓക്കെ അല്ലേ? ഈ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ലൊക്കേഷൻ കറക്റ്റ് അറിയില്ല. പഴയ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ 1, 2, 3, 4 5-ാമത്തെ പേജ് ഇടത് ഭാഗത്തായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ആൽക്കലോയിഡ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വിൻബ്ലാസ്റ്റിൻ എന്ന് പറയുന്നത് ഒരു ഡ്രഗാണ്. ഡൈടെർപിനോയിഡ്സ് എന്ന് പറയുന്നത് ടെർപിനോയിഡ് ആണ്. മോർഫിൻ, കോഡീൻ രണ്ടും ആൽക്കലോയിഡ്സ് ആണ്. അബിറിൻ, റൈസിൻ ഇത് രണ്ടും ടോക്സിൻസ് ആണ്. ഇത് ഡ്രഗ്, ഇത് ടെർപിനോയിഡ്. റബ്ബർ ആൻഡ് ഗം പോളിമെറിക് സബ്സ്റ്റൻസ്. അപ്പൊ നമുക്ക് വേണ്ട ഉത്തരം ഏതാണ്? ആൽക്കലോയിഡ്സ് ഇതിൽ ഏതൊക്കെയാണ്? 2 അതിന്റെ ഉത്തരം വരുന്നത്. എടുത്ത് ശ്രദ്ധിക്കണേ, മെറ്റബോളൈറ്റ് ഏതാന്നല്ല ആൽക്കലോയിഡ് ഏതാന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. തെറ്റിച്ചോണ്ടൊന്നും വന്നേക്കല്ലേ കുഞ്ഞ്. ഇനി അടുത്ത ചോദ്യം 144 144ാമത്തെ ചോദ്യം പേര് കണ്ടാൽ തന്നെ അറിയാം, എക്സ്ക്രീറ്ററി പ്രൊഡക്ഷൻ എലിമിനേഷൻ ആണ്. ഓൾ ഓഫ് ദ ഫോളോയിങ് ഫേവർ ഇൻക്രീസ് ഇൻ ബ്ലഡ് പ്രഷർ എക്സെപ്റ്റ്. റെഗുലേഷൻ ഓഫ് കിഡ്നി ഫംഗ്ഷൻ എന്ന് പറയുന്ന എക്സ്ക്രീറ്ററി പ്രൊഡക്ഷൻ എലിമിനേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിന്ന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കതിൽ എന്തൊക്കെയുണ്ട്? ഓസ്മോ റിസപ്റ്റേഴ്സിൻ്റെ നമ്മുടെ GFR ഫോള് എങ്ങനെ പൊക്കിയെടുക്കുന്നുണ്ടെന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം ഇതെങ്ങനെയാണ് കുറഞ്ഞു പോകുന്ന ഈ കിഡ്നി ഫംഗ്ഷൻസിനെ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ് വോളിയത്തിനെയൊക്കെ എന്ത് പൊക്കിക്കൊണ്ടുവരുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഹാർട്ടിൻ്റെ ANF ഏട്രിയൽ നാട്രി യൂറിറ്റിക് ഫാക്ടർ എന്ന് പറയുന്ന ഹോർമോൺ അങ്ങനെ കൊണ്ടുവരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓൾ ഓഫ് ദ ഫോളോയിങ് ഫേവർ ഇൻക്രീസ് ഇൻ ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത് ആരൊക്കെയാണ്? എക്സെപ്റ്റ് വാസോപ്രസിൻ ഇൻക്രീസ് ചെയ്യും. ഓക്കെ അല്ലേ? ആൻജിയോടെൻസിൻ 2 അതും ഇൻക്രീസ് ചെയ്യും. റെനിൻ അതും ഇൻക്രീസ് ചെയ്യും. ANF എന്ന് പറയുന്നത് തെറ്റാണ്, ഡിക്രീസസ് ബ്ലഡ് പ്രഷർ ആണ്. അപ്പോ ഇവിടത്തെ ഉത്തരം ആരായി? 4 മാറി. 4ാമത്തതാണ് എന്ത്? നമ്മുടെ 144ന്റെ ഉത്തരം. ഇനി നമുക്ക് 145ാമത്തെ ഉത്തരം എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് റോങ് എന്നുള്ളതാണ്. റൈബോസൈം ഇസ് എ നോൺ പ്രോട്ടീനീഷ്യസ് എൻസൈം. ബയോമോളിക്യൂൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എൻസൈംസ് എന്ന് പറയുന്ന ഏരിയ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻസൈമുകളെല്ലാം പ്രോട്ടീനാണ് എക്സെപ്റ്റ് റൈബോസൈം എന്ന് പറയുന്ന സാധനം.
ഈ പറയുന്ന ന്യൂക്ലിക് ആസിഡ്സിൽ നിന്നുണ്ടാവുന്ന കാറ്റലിറ്റിക് നേച്ചറുള്ള ഒരു സാധനമാണ്. അതിന് എൻസൈം എന്ന് വിളിക്കാണ്ട് റൈബോസൈം എന്ന് അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. എൻസൈമിൽ ഏകദേശം തുടക്കത്തിൽ 2, 3, 4 വരി വരുമ്പോൾ. സുക്രോസ് ഇസ് എ നോൺ റെഡ്യൂസിങ് ഷുഗർ. അപ്പം ആദ്യത്തെ ശരിയാണ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്, റോങ് ഏതാണെന്ന്. അപ്പോൾ ആദ്യത്തെ ശരിയാണ്. രണ്ടാമത് നോൺ റെഡ്യൂസിങ് ഷുഗർ, ഇത് ശരിക്കും നമുക്ക് +1 NCERT ബയോമോളിക്യൂൾ ഇല്ലെങ്കിലും +2 കെമിസ്ട്രി NCERT ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ഇവിടെ എന്തില്ല, നോൺ റെഡ്യൂസിങ് ഷുഗർ ശരിയാണ്. ബിക്കോസ് നോ ഫ്രീ ആൽഡിഹൈഡ് ഓർ കീറ്റോ ഗ്രൂപ്പ്. കാരണം ഇത് ശരിക്കും ഇതിൻ്റെ ഒരു മെക്കാനിസം പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണ് നമ്മുടെ സുക്രോസിലുള്ളവർ. ഈ ഗ്ലൂക്കോസിൻ്റെയും ഫ്രക്ടോസിൻ്റെയും ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ മറ്റ് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിട്ട് അങ്ങനെ മാറി മാറി പോകുന്നതാണ്. ഇത്രയും ഡെപ്തിൽ നമുക്ക് സുവോളജി ലെവലില്ലെങ്കിൽ നിങ്ങൾക്ക് +1 +2 ബയോമോളിക്യൂൾ കെമിസ്ട്രിയിൽ വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതെന്താണ്, ഇതും അപ്പോൾ ശരിയായി, ഇതും ശരിയായി. ലിഗേസ് കാറ്റലൈസ് ദ ലിങ്കിങ്, ലിഗേസസ് കാറ്റലൈസ് ദ ലിങ്കിങ് ഓഫ് 2 കോമ്പൗണ്ട്സ്. ഇത് NCERT സ്റ്റേറ്റ്മെന്റ് ആണ്, ഇതും ശരിയാണ്. ലിഗേറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ജോയിൻ ചെയ്യാന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ സർജറിയിലൊക്കെ പറയും കട്ട് ആൻഡ് ലിഗേറ്റ്, വെട്ടിക്കഴിഞ്ഞാൽ അത് ജോയിൻ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ലിഗേസ് എന്ന് പറഞ്ഞാൽ കൂടി ചേർക്കുന്നവരുടെ എൻസൈമുകളാണ്. NCERTയിൽ ടൈപ്സ് ഓഫ് എൻസൈംസിൻ്റെ ഏരിയയിൽ ടൈപ്സ് ഓഫ് എൻസൈംസ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് എടുത്താൽ നിങ്ങൾക്ക് അതിൽ കാണാം ഓക്സിഡേറ്റീവ് റിഡക്ടേസ്, ഡീഹൈഡ്രോജിനേസ്, ഹൈഡ്രോളേസ്, ലിഗേസ്, ലയേസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നാലാമൻ എക്സോസ്കെലിറ്റൺ ഓഫ് ആർത്രോപോഡുകൾ. എക്സോസ്കെലിറ്റൺ ഓഫ് ആർത്രോപോഡുകൾ. ആർത്രോപോഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻസെക്റ്റുകളാണ്. അവരുടെ എക്സോസ്കെലിറ്റനിൽ ഒരു കോംപ്ലക്സ് പോളിസാക്കറൈഡ് ഉണ്ട്. അതുവരെ വളരെ ശരിയാണ്, കോൾഡ് ഗ്ലൈക്കോജൻ. തെറ്റാണ്. അനിമൽ കിങ്ഡത്തിൽ അടക്കം പലയിടത്തും പറയുന്നുണ്ട് കൈറ്റിൻ, അതാണ് അതിൻ്റെത്. തെറ്റാണ്. കൈറ്റിനാണ് അവിടെ ഉള്ളത്. കൈറ്റിൻ ഈസ് എക്സോസ്കെലിറ്റൻ എന്നാണ്. അപ്പോൾ 145ാമത്തെ ചോദ്യത്തിന് തെറ്റായിട്ട് ഒരൊറ്റ സാധനമേ ഉള്ളൂ, അത് 4ആണ്. അപ്പൊ അത് തന്നെയായിരിക്കും അതിൻ്റെ ഉത്തരം. 146ാമത്തെ ചോദ്യം ഇതാ. Which one of the following is not a function of parasympathetic neural signal? പേര് പോലെ തന്നെ അറിയാം, ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന വളരെ മനോഹരമായ ഒരു ചോദ്യമാണ്. increase strength of ventricular contraction. ഓക്കെ അല്ലേ? increase in strength of ventricular contraction. ഇത് തെറ്റാണ്. ഇൻക്രീസ് അല്ല, ഡിക്രീസ്. സിമ്പത്തറ്റിക് ആണ് എല്ലാം ഇൻക്രീസ് ചെയ്യുക, പാരാസിമ്പത്തറ്റിക് എല്ലാം മിക്കതും ഡിക്രീസ് ആണ് കൊണ്ടുവരിക. ഡിക്രീസ് ഇൻ ഹാർട്ട് റേറ്റ് ശരിയാണ്. ഡിക്രീസ് ഇൻ സ്പീഡ് ഓഫ് കണ്ടക്ഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ ശരിയാണ്. ഡിക്രീസ് ഇൻ പ്രൊഡക്റ്റ് ഓഫ് ഹാർട്ട് റേറ്റ് ആൻഡ് സ്ട്രോക്ക് വോളിയം ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ നമ്പർ 1 തെറ്റായതുകൊണ്ട് അതാണ് ഉത്തരം. ഇവിടെ തെറ്റുകളാണ് നിങ്ങളുടെ ഉത്തരം. സോ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ? നോട്ട്. ഈ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് 146 കഴിഞ്ഞാൽ, 146ാമത്തെ കഴിഞ്ഞാൽ നമുക്ക് അടുത്തയിലേക്ക് പോകാം. 147. ഒരു പെൺ കോക്രോച്ചിൽ ഇൻ ഫീമെയിൽ കോക്രോച്ച്, ദേ ശ്രദ്ധിക്കണേ, ഫീമെയിൽ കോക്രോച്ച്, ദി ലൊക്കേഷൻ ഓഫ് വിച്ച് ബോഡി പാർട്ട് കറസ്പോണ്ട്സ് ടു 2nd to 6th segments. NCERT എടുക്കണം, ഡൗൺലോഡ് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ പഴയ NCERT ഇല്ല എന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോക്രോച്ചും ഫ്രോഗും എർത്തുവം അടങ്ങുന്ന പഴയ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കിട്ടും. ആ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ കോക്രോച്ച് എടുത്തു കഴിഞ്ഞാൽ മോർഫോളജി കഴിഞ്ഞ് നിങ്ങൾ അനാട്ടമിയിലേക്ക് എത്തുമ്പോൾ അവിടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട്, എക്സ്ക്രീറ്ററി സിസ്റ്റം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ന്യൂറൽ സിസ്റ്റത്തിനെ കുറിച്ച് മയത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ഏറ്റവും അവസാന ഭാഗത്ത് നിങ്ങൾ എവിടെ വരും? റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ വരും. അവിടെ എടുത്ത് ഒരു നടുക്ക് ഭാഗത്തായിട്ട് വരികളിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് 2 to 6 segments are being occupied by the ovaries. പെയർ ഓഫ് ഓവറികളാണ് ഇവിടെ വരുന്നത്. ഓപ്ഷൻ നമ്പർ 2 ഓവറികളാണ് ഇവിടെ ആവശ്യം. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനാണ് ഇവിടെ ശരി. 2 മുതൽ 6 വരെ പെൺ കോക്രോച്ചുകളിൽ എടുത്തിരിക്കുന്ന സെഗ്മെന്റുകൾ ഏതൊക്കെയാണ്? ഓവറികളുടെ പേരാണ്. ഇനി 148 അടുത്ത ചോദ്യം ശ്രദ്ധിക്കണേ. 148 അടുത്ത ചോദ്യം. കംപ്ലീറ്റ് ദി അനലോഗി ബൈ ചൂസിങ് ദ കറക്റ്റ് ഓപ്ഷൻ വിത്ത് റെസ്പെക്ട്
with respect to production of myelin sheath. താഴെ കൊടുത്തിരിക്കുന്ന എന്ത് ചെയ്യണം, ഇത് വെച്ചിട്ട് കുറച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആ fill in the blanks പോലെ അനലോഗി, തൊട്ടടുത്തിരിക്കുന്ന ആൾ എന്തായിരിക്കും, അനലോഗി ആയിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, CNSന് ഡെൻഡ്രോസൈറ്റ്സ് ആണെങ്കിൽ, CNSന് ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് ആണെങ്കിൽ PNSന് നമുക്ക് ആര് കൊടുക്കാം, ഷ്വാൻ സെൽസ് കൊടുക്കാം. PNSന് നമുക്ക് ആര് കൊടുക്കാം, ഷ്വാൻ സെൽസ് കൊടുക്കാം. ഓപ്ഷൻ നമ്പർ 2. ഓപ്ഷൻ നമ്പർ 2. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 149ാമത്തെ ചോദ്യം. ഫ്ലൈയിങ് ഫലഞ്ചർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഓക്കെ അല്ലേ? ഇത് എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഫ്ലൈയിങ് ഫലഞ്ചറും ഫ്ലൈയിങ് സ്ക്വിറലും. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കാം മാർസുപ്പിയൽ റേഡിയേഷനും പ്ലാസെന്റൽ റേഡിയേഷനും വിച്ച് കംസ് അണ്ടർ അഡാപ്റ്റീവ് റേഡിയേഷൻ. അപ്പോൾ ഫ്ലൈയിങ് ഫലഞ്ചറും ഫ്ലൈയിങ് സ്ക്വിറലും ഷോ ഓൾ ഓഫ് ദി ഫോളോയിങ് എക്സെപ്റ്റ് കൺവേർജന്റ് എവല്യൂഷൻ കാണിക്കുന്നുണ്ട്. അഡാപ്റ്റീവ് റേഡിയേഷൻ ഓഫ് 2 ഡിഫറെന്റ്, മാർസുപ്പിയൽ റേഡിയേഷനും പ്ലാസെന്റൽ 2 ഡിഫറെന്റ് റേഡിയേഷൻസിനടുത്ത് കമ്പയർ ചെയ്താൽ അതെന്താണ്, കൺവേർജന്റ് എവല്യൂഷൻ ആണ്. അഡാപ്റ്റീവ് കൺവേർജൻസ് ആണ്, ശരിയാണ്. അനലോഗിയുമാണ്. പക്ഷെ ഹോമലോഗി ആണോ? ഇല്ല, അത് ഡൈവേർജന്റ് എവല്യൂഷൻ ആണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടിപ്പ് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സിംഗിൾ റേഡിയേഷൻ മാത്രമാണ്, മാർസുപ്പിയൽ റേഡിയേഷൻ മാത്രമാണ് എടുക്കുന്നതെങ്കിൽ നമുക്കതിന് എന്ത് ചെയ്യാം, ഒരു പരിധി വരെ എവിടേക്കോ തന്നെ ഡൈവേർജന്റ് എവല്യൂഷൻ ഉണ്ടെന്ന് പറയാം. പക്ഷേ മാർസുപ്പിയൽ റേഡിയേഷനും പ്ലാസെന്റൽ റേഡിയേഷനും ഒരുപോലെ എടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ അതിലെവിടെയും നമുക്ക് ഡൈവേർജന്റ് കൊടുക്കാൻ പറ്റില്ല, മറിച്ച് കൺവേർജന്റും അനലോഗിയും വരും. അപ്പൊ ഇവിടെ ഓഡ് വൺ ഔട്ട് ആരാണ്, ഇവനാണ്. ഓപ്ഷൻ നമ്പർ 4. ഇനി 150ാമത്തെ ചോദ്യം ഇതാ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് not the result of hyposecretion, തെറ്റിക്കല്ല മക്കളെ, hyposecretion of hormones. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരാണ് ഹോർമോൺസിന്റെ ഹൈപ്പോ എന്ന് പറഞ്ഞാൽ എന്താണ്, അണ്ടർ സെക്രീഷൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരാണ് അണ്ടർ സെക്രീഷൻ ഓഫ് ഹോർമോൺസ് കൊണ്ടല്ലാതെ ഉണ്ടാവുന്ന അസുഖം? ഓക്കെ അല്ലേ? എന്ന് പറഞ്ഞാൽ ഹൈപ്പർ സെക്രീഷൻ ആയിട്ട് വരുന്നവർ, ഓവർ സെക്രീഷൻ ആയിട്ട് വരുന്നവർ താഴെയിൽ ഇതിലേതാണെന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ ഗ്രേവ്സ് ഡിസീസ് അത് തന്നെയാണ് ഉത്തരം. ഒന്നാമത്തത് എന്താണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാം. ബിക്കോസ് ഇത് ഹൈപ്പർ സെക്രീഷൻ ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്. നമ്മളിതിനെ പറയുന്ന പേര് എക്സോപ്താൽമിക് ഗോയിറ്റർ. എക്സോപ്താൽമിക് ഗോയിറ്റർ. ഇനി അടുത്തത് അഡിസൺസ് ഡിസീസ്. അതെന്താണ്? അണ്ടർ പ്രൊഡക്ഷൻ ഓഫ് അഡ്രീനൽ ഗ്ലാൻഡ്. അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഗന്ധിയുടെ ഹോർമോൺസ് കുറവായി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഡയബറ്റീസ് മെലിറ്റസ്, ഇൻസുലിൻ്റെ കുറവാണ്, ഇൻസുലിൻ ലാക്കിംഗ്. ഡയബറ്റീസ് ഇൻസിപ്പിഡസ്, ലാക്കിംഗ് ADH. അപ്പോൾ ഓപ്ഷൻ നമ്പർ 1 ആണ് ഇവിടെ ആൻസർ. കണ്ടോ, കുറച്ച് അലമ്പാക്കിയിട്ടൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. പക്ഷേ മൊത്തം അലമ്പാണെങ്കിലും ഫുള്ള് പോയിന്റ് ആട്ടോ. എവിടെ തിരിഞ്ഞാലും പോയിന്റുകളാണ്. നമ്മൾ പിന്നെ ഈ മെഡിക്കൽ പിള്ളേരൊക്കെ, മെഡിക്കൽ സ്റ്റുഡൻസ്, ഞാനൊക്കെ ഒരു മെഡിക്കൽ ഫീൽഡ് കടന്നു വന്നതുകൊണ്ടാവാം ഇങ്ങനെ പ്രിസ്ക്രിപ്ഷൻ മെറ്റീരിയലൊക്കെ എഴുതി പോകുന്നത്. തൽക്കാലത്തേക്ക് നമ്മുടെ ഈ ക്രാഷ് ടൈമൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കൂ ഗൈസ്. ഞാനിനി എന്ത് ചെയ്യാം, ഭാവിയിൽ ഇതൊക്കെ ഒന്ന് നേരെയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് വരുന്നത് 151ാമത്തെ ചോദ്യമാണ്. 151ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എയും ബിയും ഏതൊക്കെയാണെന്നാണ്. ഓക്കെ, നമുക്കതെന്താണെന്ന് നോക്കാം. അങ്ങനെ 151ാമത്തെ ചോദ്യം ഒന്ന് തന്നെയാണ്. ഞാൻ അതിനെ കുറച്ചൊന്ന് ക്ലാരിഫിക്കേഷൻ ഒക്കെ കൊടുത്തു. സ്റ്റേറ്റ്മെന്റ് എക്കും സ്റ്റേറ്റ്മെന്റ് ബിക്കും ക്ലാരിഫിക്കേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വരുന്ന ഒരു സംഗതിയാണ് 152.
152 ചോദ്യം സംസാരിക്കുമ്പോൾ 152 ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ദി ഹോർമോൺ ദാറ്റ് ആക്ട്സ് ആസ് എക്സോക്രൈൻ pancreas and stimulates the secretion of water and bicarbonate ion S എന്ന് പറഞ്ഞാൽ ഇതിൽ ഏത് ഹോർമോണാണ് എക്സോക്രൈൻ പാൻക്രിയാസിൽ ആക്ട് ചെയ്യുന്നത്? എൻഡോക്രൈൻ പാൻക്രിയാസിൽ ആരൊക്കെയാണുള്ളത്? ഇൻസുലിനും ഗ്ലൂക്കഗോണും ആണെങ്കിൽ എക്സോക്രൈൻ പാൻക്രിയാസിൽ ആരൊക്കെ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയണമെങ്കിൽ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ അതർ ഓർഗൻസ് ദാറ്റ് റിലീസ് ഹോർമോൺസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് അവസാനത്തേക്ക് വരുന്നുണ്ട്. അതിൽ ഈ പറയുന്ന അലിമെന്ററി കനാലും ഹാർട്ടും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതർ ഹോർമോൺസ്, അതിൽ സെക്രീഡിൻ എന്ന് പറയുന്ന ഹോർമോൺ നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് എന്ത് ചെയ്യുന്നത്? NCERT പറയുന്ന പാൻക്രിയാസിന്റെ എക്സോക്രൈൻ പാൻക്രിയാസ് സെക്രീഡിൻ എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ചെയ്യുന്നുണ്ട്. അതെന്ത് ചെയ്യും? ഈ പറയുന്നത് പോലെ വാട്ടറും ബൈകാർബണേറ്റ്സിൻ്റെയൊക്കെ അയോൺസിന് സെക്രീഷന് കാരണമാവും. ഇനി അടുത്ത ചോദ്യം 153 ദി സൈഡ് എഫക്ട്സ് ഓഫ് യൂസ് ഓഫ് anabolic steroids in human males. Anabolic steroids in human males include എന്താ? എൻലാർജ്മെന്റ് ഓഫ് ക്ലിറ്റോറിസ്. ഇത് ഫീമെയിലിനല്ലേ? ക്ലിറ്റോറിസ് എന്ന് പറഞ്ഞാൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ലേ? ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് ടെസ്റ്റിക്കിൾസ്. തെറ്റാണ്. ഇൻക്രീസ് അല്ല, ഡിക്രീസ് ആണ്. അനബോളിക് സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൺകുട്ടികളുടെ ടെസ്റ്റിസിന്റെ സൈസ് ചുരുങ്ങുക ചെയ്യുക. ഇൻക്രീസ് ഇൻ സ്പെർമറ്റോജെനിസിസ്. അതും തെറ്റാണ്. ഇൻക്രീസ് അല്ലല്ലോ, ഡിക്രീസ് അല്ലേ? ഡിക്രീസ് അല്ലേ പിള്ളേരെ? ഡിക്രീസ് ഇൻ ടെസ്റ്റിക്കിൾസ് ആണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ അതൊക്കെയാണ്. അത് കഴിഞ്ഞാൽ ലാസ്റ്റ് വരും ബ്രസ്റ്റ് എൻലാർജ്മെന്റ്. നമ്മൾ ഇതിനെ മെഡിക്കലി പറയും ഗൈനക്കോമാസ്റ്റിയ. ഇത് ശരിക്കും ഉള്ളതാണ്. അനബോളിക് സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൈനക്കോമാസ്റ്റിയ വരാനുള്ള സാധ്യത കൂടാണ്. ഓപ്ഷൻ നമ്പർ 4 ആണ് ഇവിടുത്തെ ഉത്തരം. ഇത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ചോദ്യം 154 പോകാം. സെലക്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ഇന്നർമോസ്റ്റ് ലൈനിങ് ഓഫ് യൂട്രസ്. ഏതാണ് കുട്ടികളെ ഇന്നർമോസ്റ്റ് ലൈനിങ്? എൻഡോമെട്രിയമാണ്. എൻഡോമെട്രിയത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അണ്ടർഗോയിങ് കോൺട്രാക്ഷൻസ് ഡ്യൂറിങ് പാർച്ചുറേഷൻ, അത് മയോമെട്രിയമാണ്. അപ്പോൾ ഇത് തെറ്റാണ്. ഇറ്റ് അണ്ടർഗോസ് റീജനറേഷൻ ഡ്യൂറിങ് proliferative phase of menstrual cycle. അത് ശരിയാണ്. It sheds off during menstruation. ശരിയാണ്, menstrual cycle. Implantation of human embryo takes place in this layer. അതും വളരെ ശരിയാണ്. അപ്പോൾ ഒന്ന് തന്നെയാണ് എന്ത് ആൻസർ? നമുക്ക് എന്താണ് ഇൻകറക്റ്റ് ആണ് അറിയേണ്ടത്. ഒന്ന് തന്നെയാണെന്ത് ആൻസർ. ഇനി 155 അറേഞ്ച് ദ ഗിവൺ ആൻസസ്റ്റേഴ്സ്. എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ അവസാനത്തെ ടോപ്പിക് ആയിട്ടുള്ള എവല്യൂഷൻ ഓഫ് മാൻ ആണ് സാധനം. എടുത്തു കഴിഞ്ഞാൽ 15 MIA ഡ്രയോപെത്തിക്കൻസ്, രാമാപെത്തിക്കൻസ് എന്ന് ലാസ്റ്റ് ഹോമോസാപ്പിയൻസിന്റെ എവല്യൂഷൻ വരെ കൃത്യമായി MIAകൾ പറയുന്നുണ്ട്. 3 MIA ആരാണ്, 2 MIA ആരാണ്, 1.5 MIA ആരാണ്, 75,000 ഇതിൽ ആരാണ്, 40,000 ഇതിൽ ആരാണ് എന്നൊക്കെ വൃത്തിയിൽ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് നോക്കാം. നമുക്കിതിൻ്റെ റാങ്ക് ഇട്ട് കഴിഞ്ഞാൽ നിയാൻഡർതാൽ മാനിന് നമുക്ക് 1ാം സ്ഥാനം കൊടുക്കാം, ഹോമോ എറക്ടസിന് 2ാം സ്ഥാനവും ഹോമോ ഹബിലിസിന് നമുക്ക് 3ാം സ്ഥാനവും കൊടുക്കാം. അങ്ങനെ CBA എന്ന് പറയുന്ന സാധനമാണ് എന്ത്? ഓപ്ഷൻ നമ്പർ 1 വരും. ആദ്യം നമുക്ക് നിയാൻഡർതാൽ മാൻ ആയിരുന്നു. അതിനു മുമ്പ് ട്രയോപെത്തിക്കൻസ്, രാമാപെത്തിക്കൻസ്, ഓസ്ട്രലോപെത്തിക്കൻസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക നിയാൻഡർതാൽ മാനിൽ വന്നത്. നിയാൻഡർതാൽ മാനിൽ വന്നു കഴിഞ്ഞാൽ പിന്നെന്താണ്? ഹോമോ ഇറക്ടസ്, ഹോമോ ഹബിലിസ് ഒക്കെ ആ ഒരു പാറ്റേണിലാണ് എന്ത് ചെയ്യുന്നത്, കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓപ്ഷൻ നമ്പർ 1 ആണ് 155ന്റെ ഉത്തരം. 156നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏജന്റ് റെസ്പോൺസിബിൾ ഫോർ കോസിങ് ദ മോസ്റ്റ് സീരിയസ് ഫോം ഓഫ് മലേറിയ. മലേറിയയിൽ ഏറ്റവും മുന്തിയവനെ കൊടുക്കുന്നവൻ ഒട്ടും സംശയമല്ല NCERT ലൈനാണ് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. ബാക്കിയുള്ളവരൊക്കെ NCERT കൊടുത്തിട്ടുണ്ടെങ്കിലും പ്ലാസ്മോഡിയം ഫാൽസിപ്പാരമാണ് ഏറ്റവും മുന്തിയ ഇനം മലേറിയ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള പ്ലാസ്മോഡിയം അല്ലെങ്കിൽ മലേറിയൽ പാത്തജൻ. ഓക്കെ അല്ലേ? ഇതാണ് ഓപ്ഷൻ നമ്പർ 2 ഉത്തരമാണത്. ഇനി നമുക്ക് 157ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സെലക്ട് ദി ഇൻകറക്റ്റ് മാച്ച് വിത്ത് റെസ്പെക്ട് ടു കൺവേർജന്റ് എവല്യൂഷൻ.
അപ്പോൾ എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഡൈവേർജന്റ് എവല്യൂഷനും കൺവേർജന്റ് എവല്യൂഷനും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ കൺവേർജന്റ് എവല്യൂഷൻ നമുക്കൊന്ന് നോക്കിക്കളയാം. കൺവേർജന്റ് എവല്യൂഷനിൽ എന്താ പറയാനുള്ളതെന്ന്. അപ്പോൾ സ്പോട്ടഡ് കസ്കസ് ലെമർ മാർസോപ്പിൽ റേഡിയേഷനും പ്ലാസെന്റൽ റേഡിയേഷനുമാണ്. ശരിയാണ്. മൗസും നുംബാറ്റും ഓക്കെ അല്ലേ? ഈ നുംബാറ്റ് എന്ന് പറയുന്ന സാധനം ശരിക്കും നമ്മൾ ബാൻഡഡ് ആൻറ്റീറ്റർ ആണ്. ബാൻഡഡ് ആൻറ്റീറ്ററിന് പ്ലാസെന്റയിൽ വരുന്ന പരിപാടി വെറും ആൻറ്റീറ്റർ ആണ്. പ്ലാസെന്റയിൽ വെറും ആൻറ്റീറ്റർ വരുമ്പോൾ മാർസുപ്പിൽ അത് ബാൻഡഡ് ആൻറ്റീറ്റർ ആവും. ഇനി മൗസിന്റെ കേസാണ് പറയുന്നതെങ്കിൽ മൗസിന് ബാൻഡിക്കൂട്ടാണ്. മൗസ് എന്ന് പറയുന്നത് നമുക്ക് പ്ലാസെന്റൽ റേഡിയേഷൻ ആണെങ്കിൽ ബാൻഡിക്കൂട്ട് അല്ലെങ്കിൽ മാർസൂപ്പിയൽ മൗസ്. അപ്പൊ അതെന്താണ്? തെറ്റാണ്. ഓക്കെ അല്ലേ? ഇനി മോള് മാർസൂപ്പിയൽ മോള് ഓക്കെ അല്ലേ? ബോബ് ക്യാറ്റ്, ടാസ്മാനിയൻ ടൈഗർ ക്യാറ്റ്. അപ്പോ നമ്മുടെ ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാ ഫസ്റ്റ് ശരിയാണ്. എന്ത്? ലെമറും സ്പോട്ടഡ് കസ്കസും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർസോപ്പിയൽ റേഡിയേഷനും പ്ലാസെന്റൽ റേഡിയേഷനും കമ്പയർ ചെയ്യുന്ന ഒരു ചാർട്ട് തന്നെ NCERT കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കുക സ്പോട്ടഡ് കസ്കസ് ഓക്കെ അല്ലേ എന്ന് പറയുന്നത് പ്ലാസെന്റൽ റേഡിയേഷനിലെ ലെമറുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അഡാപ്റ്റീവ് അല്ലെ കൺവേർജന്റ് എവല്യൂഷൻ കാണിക്കുന്നത്. പക്ഷേ നുംബാറ്റ് അല്ലെങ്കിൽ ബാൻഡഡ് ആൻറ്റീറ്റർ കാണിക്കേണ്ടത് ആരുമായിട്ടാണ്? നോർമൽ ആൻറ്റീറ്ററുമായിട്ടാണ്. പക്ഷെ ഇവിടെ ആരുമായിട്ട് എഴുതിയിരിക്കുന്ന മൗസുമായിട്ടാണ്. അല്ലെ നേരെ തിരിച്ച് മൗസ് ആരുമായിട്ടാണ് കാണിക്കുന്നത്? ബാൻഡിക്കൂട്ട് അല്ലെങ്കിൽ മാർസൂപ്പിയൽ മൗസുമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? കാണിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഓർ ബാൻഡിക്കൂട്ടുമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? അവര് കാണിക്കേണ്ടത്. അവരും ഇവിടെ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതിന്റെ ഓപ്ഷൻ നമുക്ക് എന്താണ്? ഓപ്ഷൻ 2 കൊടുക്കാം. ഇതിന്റെ ഓപ്ഷൻ നമുക്ക് എന്താണ്? ഓപ്ഷൻ 2 കൊടുക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അടുത്ത ചോദ്യത്തിൽ 158ാമത്തെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. 158ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ദി ഫസ്റ്റ് സെല്ലുലാർ ഫോം ഓഫ് ലൈഫ്. നിങ്ങൾക്ക് ഇത് NCERTയിൽ എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ 1, 2, 3 മൂന്നാമത്തെ പേജ് ഭാഗത്തും കിടപ്പുണ്ട്. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിനെ പരാമർശിക്കുന്നുണ്ട്. ഫസ്റ്റ് സെല്ലുലാർ ലൈഫ് ഫോംസ് ഏതിലാണ് വന്നത്? 2BYA അല്ലെങ്കിൽ 2000 MYAയിലാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് നോൺ സെല്ലുലാർ ലൈഫ് ഫോംസ് 3BYA അല്ലെങ്കിൽ 3000 MYA ആണ്. ഒറിജിൻ ഓഫ് എർത്ത് 4.5 BYA. ഒറിജിൻ ഓഫ് ജോലസ് ഫിഷസ് 350 MYA. നമുക്കൊരു സീലോകാന്തിന്റെ ഒക്കെ ഒരു പരിപാടിയൊക്കെ അവിടെ പറഞ്ഞ് NCERT എന്ത് ചെയ്യുന്നുണ്ട്? ഒരു എവിഡൻസ് ഒക്കെ അവിടെ നിരത്തുന്നുണ്ട്. അപ്പോ ഇതെല്ലാം എന്താണ്? മാച്ചിങ്ങിലാണ്. ഇതിനെ ആസ്പദമാക്കി വരുന്ന ഓപ്ഷൻ ഏതാ മക്കളെ? ഏതാണ്? ഓപ്ഷൻ 4 ആണ് കേട്ടോ. നോക്കിയാൽ മതി നിങ്ങൾക്ക്. ഓപ്ഷൻ 4. ഇതാണ് നമ്മുടെ 158ാമത്തെ ചോദ്യം. 159ാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ് ഇൻകറക്റ്റ്? തെറ്റായ സാധനം. കപ്പാസിറ്റേഷൻ ഒക്കേഴ്സ് ഇൻ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. കപ്പാസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പെനട്രേഷൻ ഓഫ് സ്പേം ഇൻടു ഓവം. തൽക്കാലം നിങ്ങൾ അത്ര അറിഞ്ഞാൽ മതി. കാരണം കപ്പാസിറ്റേഷനെ കുറിച്ച് വല്ലാണ്ട് NCERT പറയുന്നില്ല. അപ്പോ അതെന്താണ്? ശരിയാണ്. ഇനി രണ്ടാമത്തത് ഫെർട്ടിലൈസേഷൻ ഇൻഡ്യൂസസ് ദ കംപ്ലീഷൻ ഓഫ് മിയോട്ടിക് ഡിവിഷൻ ഓഫ് സെക്കൻഡറി oocyte. ശരിയല്ലേ? സെക്കൻഡറി oocyteന്റെ ഈ പറയുന്ന ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് ഒരു പേജ് തുടങ്ങുന്നോടത്ത് NCERT വ്യക്തമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. oogenesis കംപ്ലീറ്റ് ആവുന്ന ഇവിടെ വെച്ചിട്ടാണ്. when it gets fertilized. ശരിയാണ്. ദി ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ഓഫ് ടെസ്റ്റിസ് എന്ന് പറയുന്ന ആരാണ്? ലേഡിക് സെൽസ് ആണ്. ലേഡിക് സെൽസ് ഓഫ് ടെസ്റ്റിസ് എന്ന് പറയുന്നത് ആരാണ്? സെക്രീറ്ററി സോഴ്സ് ഓഫ് ആൻഡ്രജൻ. ആൻഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമായത് ആരാണ്? ലേഡിക് സെൽസ് ആണ്. അതും ശരിയാണ്. GnRH ആക്ട്സ് ഓൺ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. പിറ്റ്യൂട്ടറിന്റെ പോസ്റ്റീരിയർ ഭാഗത്ത് GnRH ആക്ട് ചെയ്യും. കാരണം എന്തുകൊണ്ടാ? ഹൈപ്പോതലാമസ് ആണ് എന്ത് ചെയ്യുന്നത്? GnRHനെ റിലീസ് ചെയ്യുന്നത്. GnRH എന്ന് പറഞ്ഞാൽ എന്താണ്? GnRH എന്ന് പറഞ്ഞാൽ ഗൊണാഡോട്രോപ്പിൻ
റിലീസിങ് ഹോർമോൺ, ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. എന്താണ് ഈ ഗൊണാഡോട്രോപ്പിൻ? ശരിക്കും പറഞ്ഞ ഓക്സിറ്റോസിനും ഓക്സിറ്റോസിനും വാസോപ്രസിനും അല്ല, തെറ്റിപ്പോയി ഗൈസ്. LH-ഉം FSH-ഉമാണ്. അപ്പോൾ LH-നെയും FSH-നെയും പ്രൊഡ്യൂസ് ചെയ്യാൻ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കൊണ്ട് സഹായിക്കുന്നത് ഹൈപ്പോതലാമസിന്റെ റിലീസിങ് ഹോർമോൺ ആയിട്ടുള്ള ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ആണ്. അപ്പോൾ ആ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഈ ഓപ്ഷൻ ഒന്ന് വായിക്കാം. GnRH acts on posterior pituitary and stimulates secretion of oxytocin and FSH. ഓക്സിറ്റോസിൻ ആണോ? അല്ല, LH and FSH അല്ലേ? അപ്പൊ ഇത് തെറ്റല്ലേ? അങ്ങനെ വരുമ്പോൾ 4 തന്നെയല്ലേ ഇവിടത്തെയും ഉത്തരം? അതെ, 4 തന്നെയാണ് 159-ാമത്തെ ഉത്തരം. നമുക്ക് എന്ത് ചെയ്യാം? 160-ലേക്ക് ചലിക്കാം. 160 ഇവിടെ തന്നെ ഉണ്ട്. 160 ഇത് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസിലുള്ള ഒരു സാധനമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് a foreign gene, PBR322-ൽ ഒരു foreign gene is inserted at PST1 എന്ന് പറയുന്ന സൈറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോളോഡ് ബൈ ഇറ്റ്സ് ഇൻസേർഷൻ ഇൻ എ ഹോസ്റ്റ് സെൽ, അത് കഴിഞ്ഞിട്ട് അതിനൊരു ഹോസ്റ്റ് സെല്ലിലേക്ക് വെക്കുകയും ചെയ്തു. അപ്പോൾ ഈ പറയുന്ന സൈറ്റ് 1-ലേക്ക്, PST സൈറ്റ് 1-ലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് നോക്കാം. റീകോമ്പിനൻസ് ലൂസ് റെസിസ്റ്റൻസ് ടു ടെട്രാസൈക്ലിൻ. അല്ല, അവർ ടെട്രാസൈക്ലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് പരിപാടി അല്ല ലൂസ് ചെയ്യുന്നത്, ആംപിസിലിൻ ആണ് അവർ ലൂസ് ചെയ്യുന്നത്. ആംപിസിലിൻ റെസിസ്റ്റൻസ് ഇസ് ലോസ്റ്റ്. അപ്പോ ഒന്നെന്താണ്? തെറ്റാണ്. ഓൾ ട്രാൻസ്ഫോർമൻസ് ആർ ആംപിസിലിൻ ആൻഡ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ആണോ? അല്ല. ഇവിടെ ആരാ വരുന്നത്? റീകോമ്പിനൻസ് will lose. എല്ലാരും നഷ്ടപ്പെടുന്നില്ല, റീകോമ്പിനൻസ് മാത്രം will lose ampicillin resistance. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റായി. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പോയി നോക്കാം. The non-recombinants are ampicillin resistance and tetracycline resistance. അത് ശരിയാണ്. ഏതാണ് ഈ നോൺ റീകോമ്പിനൻസ് എന്നുള്ളത് നോക്കാം. സെൽസ് ദാറ്റ് നമുക്കൊന്ന് നോക്കി നോക്കാം. ടേക്ക് അപ്പ് സെൽസ് ദാറ്റ് ടേക്ക് അപ്പ് ഒറിജിനൽ പ്ലാസ്മിഡ്സ്. സെൽസ് ദാറ്റ് ടേക്ക് അപ്പ് ഒറിജിനൽ പ്ലാസ്മിഡ് without foreign gene. ഇതാണ് നമുക്കവിടെ ഈ പറയുന്നത് പോലെ നോൺ റീകോമ്പിനൻസിനെ കുറിച്ചിട്ട് ചെറിയ ഒരു സ്റ്റേറ്റ്മെന്റ്. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റെന്താന്ന് നമുക്ക് നോക്കാം. The recombinants will grow on ampicillin containing medium. Okay അല്ലേ? The recombinants will grow on ampicillin containing medium എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഗ്രോ അല്ല, will die. അവർ ആംപിസിലിൻ എന്ന് പറയുന്ന ജീൻ എന്ത് ചെയ്തിരിക്കണം? ഓഫ് ചെയ്ത് അല്ലെങ്കിൽ ഇനാക്ടിവേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ഡൈ ചെയ്യും. അതുകൊണ്ട് ഇതും തെറ്റാണ്. സോ ഓപ്ഷൻ നമ്പർ 3 ആണ് 160-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. നമുക്കത് കഴിഞ്ഞാൽ 161-ലേക്ക് പോകാം. 161-ലേക്ക് പോകുമ്പോൾ which among the following is not direct method of gene transfer? താഴെ കൊടുത്തിരിക്കുന്നതിൽ ആരാണ് ഡയറക്റ്റ് മെത്തേഡ് ജീൻ ട്രാൻസ്ഫർ അല്ലാതെ? റെട്രോ വൈറസ് മീഡിയേറ്റഡ് തെറ്റാണ്. അവിടെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതെന്താണ്? തെറ്റാണ്. ജീൻ ഗൺ ശരിയാണ്. മൈക്രോ ഇഞ്ചക്ഷൻ ശരിയാണ്. ബയോസ്റ്റിസ് തെറ്റിപ്പോയി ഗൈസ്. ബയോട്ടിക്സ് എന്ന് പറയുന്ന സാധനം അതും നമുക്ക് എന്താണ്?
ഈ പറയുന്നത് പോലെ ഇതിൽ പെടുത്താവുന്നതാണ്. പക്ഷേ റെട്രോവൈറസ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ഒക്കെ വരുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഓപ്ഷൻ നമ്പർ 1 ആണ് ഉത്തരം. അടുത്ത 162ാമത്തെ ചോദ്യം നമുക്ക് പോകാം. ഹൗ മെനി DNA fragments can be obtained after 5 PCR cycle? 5 PCR cycle എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര DNA fragments കിട്ടും? ഇവിടെ നമുക്ക് നമ്പർ ഓഫ് DNA fragments എന്ന് പറയുന്ന n എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ച് നോക്കിയാൽ അത് 2n ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 2⁵ ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 32 എണ്ണം കിട്ടും. ഓപ്ഷൻ നമ്പർ 1 ആണ് ഇവിടുത്തെ ഉത്തരം. അപ്പോൾ PCR സൈക്കിൾസിൽ എത്ര DNA ഫ്രാഗ്മെന്റ്സ് കിട്ടുന്നുള്ളതിന്റെ ഫോർമുല കണ്ടുപിടിക്കാൻ 2n ചെയ്താൽ മതി. 2⁵ എന്ന് പറയുന്നത് 32 ആണ്. 163ാമത്തെ ചോദ്യം. 163ാമത്തെ ചോദ്യം. At present, about X recombinant therapeutics have been approved. X എന്ന് പറഞ്ഞാൽ ഏകദേശം 30 തെറാപ്യൂട്ടിക്സ് എന്ത് ചെയ്തിട്ടുണ്ട്? അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഫോർ ഹ്യൂമൻ യൂസ് ഇൻ ദ വേൾഡ്, ഈ ലോകത്ത് മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റുന്ന 30 റീകോമ്പിനന്റ് തെറാപ്യൂട്ടിക്സ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതിൽ 30 എണ്ണത്തിൽ ഇന്ത്യയിൽ വൈ ഓഫ് ദം ആർ പ്രസന്റ്ലി മാർക്കറ്റഡ്? വൈ എന്ന് പറയുന്നത് ഏകദേശം 12 എണ്ണമാണ് പ്രസന്റ്ലി മാർക്കറ്റഡ്. അപ്പൊ എക്സും വൈയും എത്രയൊക്കെയാണെന്നാണ് പറഞ്ഞത്? 30ഉം 12ഉം വരുന്ന ഓപ്ഷൻ ഏതാണ് മക്കളെ? ഓപ്ഷൻ നമ്പർ 2 ആണ്. ഓപ്ഷൻ നമ്പർ 2 ആണ്. 164. Which of the following genes encode for the proteins that control mainly the cotton bollworms? Cotton bollworms കൺട്രോൾ ചെയ്യുന്നവർ ആരൊക്കെയാണ്? ഓക്കെ അല്ലേ? അപ്പോ എയും ബിയുമാണ് ഈ പറയുന്ന നമുക്ക് ശരിക്കും ഇത് ക്രൈജീൻസ് ആണ്. ക്രൈജീൻസിൽ ഈ പറയുന്ന എ സിയും എ ബിയും, ക്രൈജീൻസ് 1 എ സിയും ക്രൈ 2 എ ബിയുമാണ് എന്ത് കോട്ടൺ ബോൾവേം എടുക്കുന്നത്. ഇയാള് ശരിക്കും ഉണ്ടല്ലോ, ഇയാള് നമുക്ക് വരുന്നത് ആരെ കൺട്രോൾ ചെയ്യാനാണ്? കോൺബോററിനെ കൺട്രോൾ ചെയ്യാനാണ്. ഇയാൾ ശരിക്കും കോൺബോററിനെ കൺട്രോൾ ചെയ്യാനാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദി ക്രൈജീൻസ്, നമ്മൾ ഇതിൽ കുറച്ച് നോട്ട് എഴുതേണ്ടത്, ദി ക്രൈജീൻസ് ഐസൊലേറ്റഡ് ഫ്രം Bacillus thuringiensis. Bacillus thuringiensis are used to provide resistance against specific ഇൻസെക്ട് പെസ്റ്റ്. ഇതാണ് നമ്മുടെ 164 എനിക്ക് ക്രൈജീൻസിനെ കുറിച്ച് നിങ്ങൾക്ക് തരേണ്ട ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ. അപ്പോൾ ക്രൈജീൻസിൽ വരുന്ന 1 AB എന്ന് പറയുന്നത് എന്താണ്? കോൺബോറർ എന്നുള്ളതാണ്. അതിൽ 1 AC-യും 2 AB എന്ന് പറയുന്നതാണ് എന്ത്? കോട്ടൺ ബോൾവർംസിന് വരുന്നത്. സോ നമുക്ക് അതിന് പറ്റിയ ഒരു ഓപ്ഷൻ എടുക്കാം. ഓപ്ഷൻ നമ്പർ 3 1 and C. ഇതാണ് 164ന്റെ എൻ്റെ എക്സ്പ്ലനേഷൻ. ഓക്കെ, 164 എക്സ്പ്ലനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തയിലേക്ക് പോകാം. 165 ആണ്. ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ കണ്ടിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ആണ്. നമുക്ക് നോക്കാം. സ്പ്ലീൻ ഇസ് എ ലാർജ് റിസർവോയർ. ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സ്പ്ലീൻ ഇസ് എ ലാർജ് റിസർവോയർ ഓഫ് എറിത്രോസൈറ്റ്സ് ഓർ RBCs. വളരെ ശരിയാണ്. സ്പ്ലീൻ നമ്മുടെ എന്താണ് ലിംഫോയിഡ് സിസ്റ്റത്തിലുള്ള ഒരു ഭാഗമാണ്. അതിൽ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിലൊക്കെ വരുന്നതാണ്. തൈമസ് ആൻഡ് ബോൺ മാരോ ആർ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ്. വളരെ ശരിയാണ്. ബോൺ മാരോ ആൻഡ് തൈമസ് ആണ് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ്. ദി തൈമസ് ഇസ് ലൊക്കേറ്റഡ് എബവ് ദി ബ്രസ്റ്റ് ബോൺ. അല്ല, ബിലോ ദി ബ്രസ്റ്റ് ബോൺ. അപ്പൊ ഇതാണ് ഓപ്ഷൻ നമ്പർ. AIDS വാസ് ഫസ്റ്റ് റിപ്പോർട്ടഡ് 1981. NCERT തന്നെ കൊടുത്തിരിക്കുന്നതാണ്. വളരെ ശരിയാണ്. അപ്പൊ ഇതെന്താണ്? തെറ്റുത്തരമാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സരി. ഇനി നമുക്ക് അടുത്ത 166 ഒന്ന് പോയി നോക്കാം. ബേസോഫിൽസ്, എസിനോഫിൽസ്, മെഗാകാരിയോസൈറ്റ്സ്, ന്യൂട്രോഫിൽസ്. ഓക്കെ, 166. ഓക്കെ, 166 നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്.
ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷനിൽ WBCകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഗ്രാനുലോസൈറ്റ്സും ഉണ്ട്, എ ഗ്രാനുലോസൈറ്റ്സും ഉണ്ട്. ഗ്രാനുലോസൈറ്റ്സും എ ഗ്രാനുലോസൈറ്റ്സിലും എസിനോഫിൽസ്, ന്യൂട്രോഫിൽസ്, ബേസോഫിൽസ് എന്നും പറഞ്ഞ് നമുക്ക് ഒരു സൈഡിൽ ഗ്രാനുലോസൈറ്റ്സ് വരുമ്പോൾ മോണോസൈറ്റ്സ്, ലിംഫോസൈറ്റ്സ്, എ ഗ്രാനുലോസൈറ്റ്സിൽ വരുന്നു. അപ്പോൾ അവരെ കുറിച്ചിട്ടുള്ള ഫംഗ്ഷൻസ് വ്യക്തമായിട്ട് അറിഞ്ഞാൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും. ബേസോഫിൽസ് സെക്രീറ്റ് ഹിസ്റ്റമിൻ, സെറോട്ടോണിൻ, ഹെപ്പാരിൻ ആൻഡ് ആർ ഇൻവോൾവ് ഇൻ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ്. വളരെ ശരിയാണ്. എസിനോഫിൽസ് റെസിസ്റ്റ് ഇൻഫെക്ഷൻസ് ആൻഡ് ആർ അസോസിയേറ്റഡ് വിത്ത് അലർജിക് റിയാക്ഷൻസ്. അതും ശരിയാണ്. മെഗാകാരിയോസൈറ്റ്സ് ആർ സെൽ ഫ്രാഗ്മെന്റ്സ്. ശരിക്കും മെഗാകാരിയോസൈറ്റ് സെൽ ഫ്രാഗ്മെന്റ്സ് അല്ല, അവരതിന് പകരം എന്താന്ന് പറഞ്ഞാൽ ലാർജ് ബോൺ മാരോ, നമുക്കതിന് പറയാൻ പറ്റുന്ന പ്ലേറ്റ്ലെറ്റ് പ്രൊഡക്ഷൻ എന്നാണ്. റെസ്പോൺസിബിൾ ഫോർ ഇമ്മ്യൂൺ റെസ്പോൺസസ് ഓഫ് ദി ബോഡി. അപ്പോ ശരിക്ക് ഈ പറയുന്ന പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നതാണ് സെൽ ഫ്രാഗ്മെന്റ്സ്. മെഗാകാരിയോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ലാർജ് ബോൺ മാരോ ആണ്, അവിടെ വെച്ച് ഈ പ്ലേറ്റ്ലെറ്റ് ഉണ്ടാക്കപ്പെടുക ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇമ്മ്യൂൺ റെസ്പോൺസസ് അല്ല. പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ടിങ്ങിനാണ് സഹായിക്കുന്നത്. ഇനി ന്യൂട്രോഫിൽസ് ആൻഡ് മോണോസൈറ്റ്സ് ആർ ഫാഗോസൈറ്റിക് ഇൻ നേച്ചർ. അതും എന്താണ്, വളരെ ശരിയാണ്. സോ തെറ്റായിട്ട് ഇവൻ മാത്രമേ ഉള്ളൂ. ഇവനാണ് നമ്മുടെ ഉത്തരം. മൂന്നാമത്തവനാണ് എന്ത്, നമ്മുടെ ഉത്തരം. അതിൽ നിന്നും നമ്മൾ 167ലേക്ക് പോവുകയാണ് ഗൈസ്. ജോയിന്റുകളെ കുറിച്ചിട്ട് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്ന് പറയുന്ന പാഠം നമ്മൾ ആക്സിയൽ സ്കെൽറ്റൻ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ അപ്പൻഡിക്കുലാർ സ്കെൽറ്റൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞു വരുമ്പോൾ ഏകദേശം ജോയിൻസിനെ കുറിച്ചിട്ട് പഠിക്കും. ജോയിന്റുകൾ പലതരത്തിലുണ്ട്. മൂവബിൾ ജോയിന്റ്, ഇമ്മൂവബിൾ ജോയിന്റ്, പാർഷ്യലി മൂവബിൾ ജോയിന്റ്. അപ്പോൾ കാർട്ടിലേജിനിയസ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു പാർഷ്യലി മൂവബിൾ ജോയിന്റ് ആണ് ബിറ്റ്വീൻ ദി അഡ്ജസന്റ് വെർട്ടിബ്രേ ഓഫ് വെർട്ടിബ്രൽ കോളം. ശരിയാണ്. ഇനി ഫൈബ്രസ് ജോയിന്റ് ഇമ്മൂവബിൾ ജോയിന്റ് ആണ്, അത് സ്യൂച്ചേഴ്സ് ഓഫ് ദി സ്കള്ളിലാണ് ഉണ്ടാവുക. സാഡിൽ ജോയിന്റ് ബിറ്റ്വീൻ കാർപ്പൽസ് അല്ല, കാർപ്പൽ ആൻഡ് മെറ്റാകാർപ്പൽ ഓഫ് തമ്പ്. ഇനി ഇഞ്ച് ജോയിന്റ് ആണ് എന്ത്, ഓക്കെ, അതും എൽബോ ജോയിന്റ് ആണ്. സോ ഇത്രയും നമ്മൾ എന്ത് ചെയ്യണം, ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ജോയിൻസിനെ കുറിച്ചിട്ടൊരു ഐഡിയ കിട്ടും. 3 തരം ജോയിൻസ് ഉണ്ട്. മൂവബിൾ ജോയിന്റ് ഉണ്ട്, പാർഷ്യലി മൂവബിൾ ഉണ്ട്, ഫ്രീലി മൂവബിൾ ഉണ്ട്. സോറി, ഫ്രീലി മൂവബിൾ, പാർഷ്യലി മൂവബിൾ, ഇമ്മൂവബിൾ. ഇമ്മൂവബിളിൽ നമുക്ക് ആര് വരും, സ്കള്ളിലുള്ള സ്യൂച്ചേഴ്സ്. അത് കഴിഞ്ഞ് നമുക്ക് ഈ പറയുന്നത് പോലെ വെർട്ടിബ്രൽ കോളത്തിനിടയിലുള്ള പാർഷ്യലി മൂവബിൾ ജോയിൻസ്. പിന്നെ അത് കഴിഞ്ഞ് ഫ്രീലി മൂവബിൾ ആണ് നമുക്ക് എന്ത് വരുന്നത്, സിനോവിയൽ ഫ്ലൂയിഡ് ഒക്കെ വരുന്ന സിനോവിയൽ ജോയിൻസ് ഒക്കെ വരുന്ന എന്താണ്, ബോൾ ആൻഡ് സോക്കറ്റ് ഉണ്ട്, ഹിഞ്ച് ജോയിന്റ് ഉണ്ട്, പിവറ്റ് ജോയിന്റ് ഉണ്ട്, ഗ്ലൈഡിങ് ജോയിന്റ് ഉണ്ട്, സാഡിൽ ജോയിന്റ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് ജോയിന്റുകളും കൂടിയിട്ട്. സോ നമുക്കിതിന്റെ ഉത്തരം ഏതായിട്ട് കൊടുക്കാം, 167ന്റെ ഉത്തരം 3 തന്നെ കൊടുക്കാം. ഇനി 168ന്റെ ഉത്തരം നമുക്ക് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. 168ന്റെ ഉത്തരം, ദി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഓഫ് അയോൺസ്, ദി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഓഫ് അയോൺസ് ബൈ സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് പറയുന്നത് ടേക്സ് പ്ലേസ് ഇൻ ആ ബോഡി. നമ്മുടെ ശരീരത്ത് ആക്റ്റീവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എനർജി റിക്വയർഡ് ആണെന്ന് ഓർത്തേക്കണം. എനർജി റിക്വയർഡ് ആണെന്ന് ഓർത്തേക്കണം. നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് NCERT ലൈനാണ് 3Na outwards and 2K into the axoplasm. ഇത് NCERTന്റെ ഇതിൽ വരുന്ന ഒരു സാധനമാണ്. ഇത് തന്നെയാണ് എന്ത് ഉത്തരം. 3Na പുറത്തേക്കും 2K+ അകത്തേക്കും. ഇതാണ് എന്ത്, സോഡിയം പൊട്ടാസ്യം പമ്പ് ചെയ്യുന്ന പരിപാടി. എന്തിനു വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യുന്നത്, ഈ പരിപാടി ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറയുന്ന ആക്ഷൻ പൊട്ടൻഷ്യൽ നമുക്ക് റെഗുലേറ്റ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. NCERTയിൽ ജനറേഷൻ ഓഫ് നെർവ് ഇമ്പൾസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഏറ്റവും അവസാനം താഴെ കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന പമ്പിന്റെ മെക്കാനിസം. NCERTയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണിത്. ഓക്കെ, അങ്ങനെ 168ൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാണ്,
169 സഞ്ചരിക്കുകയാണ് ഗൈസ്. അപ്പോൾ തുടക്കം തന്നെ ഹോർമോണിന്റെ ഡെഫിനിഷൻ ആണ് തോന്നുന്നു. നോൺ ന്യൂട്രിയന്റ് കെമിക്കൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ബോഡി ഇൻ ട്രേസ് എമൗണ്ട്സ്. നമ്മുടെ ശരീരത്തിൽ ട്രേസ് എമൗണ്ട് ആയിട്ട് കാണുന്ന ദാറ്റ് ആക്ട് ആസ് ഇന്റർസെല്ലുലാർ മെസ്സഞ്ചേഴ്സ് ആൻഡ് ആർ നോൺ ആസ് ഹോർമോൺസ്. ഇത് ശരിയാണ്. ഹോർമോണിന്റെ ഡെഫിനിഷൻ ആണിത്. കെമിക്കൽ കോർഡിനേഷൻ ഇന്റഗ്രേഷനിൽ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ ബോൾഡ് ലെറ്റേഴ്സിൽ NCERT കൊടുത്തിരിക്കുന്നതാണ്. ഇനി ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റിയാക്ഷൻസ് അഡ്രിനാലിൻ ഗ്ലാൻഡ് ആണ്. കോസ് ആക്ടിവേഷൻ ഓഫ് അഡ്രീനൽ മെഡുല. വളരെ ശരിയാണ്. അഡ്രിനാലിൻ നോർ അഡ്രിനാലിന്റെ കാര്യമാണ്. ലീഡിങ് ടു ഇൻക്രീസ് ഇൻ സെക്രീഷൻ ഓഫ് എപ്പിനെഫ്രിൻ ആൻഡ് നോൺ എപ്പിനെഫ്രിൻ. അഡ്രിനാലിൻ നോൺ അഡ്രിനാലിന്റെ മറ്റൊരു പേരാണെന്ത്? എപ്പിനെഫ്രിനും നോൺ എപ്പിനെഫ്രിനും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ശരിയാണ്. ആദ്യത്തതും ശരി, രണ്ടാമത്തതും ശരി. മൂന്നാമത്തെ മെലാനിൻ പ്രൊഡ്യൂസ്ഡ് ഫ്രം പിനിയൽ ഗ്ലാൻഡ്. മെലാനിൻ ആണോ? മെലാട്ടോണിൻ അല്ലേ? മെലാട്ടോണിൻ ആണ് ഇവിടെ. മെലാട്ടോണിൻ. അപ്പം അത് തെറ്റാണ്. റെഗുലേറ്റ്സ് ദ റിതം ഓഫ് ബോഡി ഇൻ സ്ലീപ്പ് വേക്ക് സൈക്കിൾ. റിതം ഓഫ് സ്ലീപ്പ് വേക്ക് സൈക്കിൾ. നമ്മുടെ ശരീരത്തിന്റെ ടോട്ടൽ റിതമും റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോണിന്റെ പേര് മെലാനിൻ അല്ല. മെലാനിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പിഗ്മെന്റേഷൻ വരുത്തുന്ന ഒരു പിഗ്മെന്റ് ആണ്. അതൊരു ഹോർമോൺ അല്ല, അതൊരു പിഗ്മെന്റ് ആണ്, അതൊരു പ്രോട്ടീൻ ആണ്. ഇവിടെ മെലാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ പിനിയൽ ഗ്ലാൻഡ് ആണ്. നമ്മുടെ ഈ ഒരു നടുക്ക് ഭാഗത്തായിട്ട് കാണുന്ന ഒരു പിനിയൽ ഗ്ലാൻഡ് എന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ് എന്ത്? മെലാട്ടോണിൻ. അതാണ് ഇവിടെ. അപ്പം കുട്ടികൾക്ക് ചിലപ്പോൾ തെറ്റിയേക്കാം സമയത്ത്. Stored oxytocin is released from posterior pituitary and is known as milk ejection hormone. വളരെ ശരിയാണ്. NCERT രണ്ടിടത്ത് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ഓക്സിറ്റോസിൻ വാസോപ്രസിൻ എന്ന് പറയുന്ന ഭാഗം, അത് ശരിക്കും ഹൈപ്പോതലാമസിന്റെ ഡയറക്റ്റ് പ്രൊഡക്ഷനിൽ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ സ്റ്റോർ ചെയ്തിട്ട് അവിടെ ഇതാക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് അതിന്. പക്ഷേ അതിനേക്കാളേറെ നമുക്ക് +2 ഹ്യൂമൻ റീപ്രൊഡക്ഷനിലും ഈ പറയുന്ന ഓക്സിറ്റോസിനെ കുറിച്ച് പറയുന്നുണ്ട്. മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ പ്രൊലാക്റ്റിനും മിൽക്ക് ഇജക്ട് ചെയ്യുന്ന ഹോർമോൺ ഓക്സിറ്റോസിനുമാണ്. അപ്പൊ അതും ശരിയാണ്. സോ ഓപ്ഷൻ നമ്പർ 3 ആണ് ഇവിടെ തെറ്റ്. അതാണ് നമ്മുടെ ഉത്തരവും. 169ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഇതിൽ നിന്നും നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാൻ സമയമായി ഗൈസ്. 170 ആണ്. ദി ബേസിസ് ഓഫ് ഗിവൺ കമ്പാരിസൺ ബിറ്റ്വീൻ കോഡേറ്റ്സ് ആൻഡ് നോൺ കോഡേറ്റ്സ്. സെലക്ട് ദി ഇൻകറക്റ്റ് ഓപ്ഷൻ. അപ്പോ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരൊക്കെയാണ് കമ്പാരിസണിൽ ഇൻകറക്റ്റ് ആയിട്ട് കിടക്കുന്നതെന്ന് നോക്കാം. നോൺ കോഡേറ്റിന് പോസ്റ്റ് ഏനൽ ആബ്സെന്റ് ആണ്, ശരിയാണ്. കോഡേറ്റിന് പോസ്റ്റ് ഏനൽ എന്താണ്? പ്രസന്റ് ആണ്, സീനില്ല. ഗിൽ സ്ലിറ്റ്സ് ആബ്സെന്റ് ഇൻ നോൺ കോഡേറ്റ്സ്, ശരിയാണ്. പാരഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് പ്രസന്റ് ഇൻ കോഡേറ്റ്സ്, അതും ശരിയാണ്. ഹാർട്ട് ഇസ് വെൻട്രൽ, തെറ്റാണ്. നോൺ കോഡേറ്റ്സിന് ഹാർട്ട് എവിടെയാണ്? ഡോർസൽ ആണ്. ഹാർട്ട് ഇസ് ഡോർസൽ, തെറ്റാണ്. കോഡേറ്റിന് ഹാർട്ട് എവിടെയാണ്? വെൻട്രൽ ആണ്. അപ്പൊ അത് തന്നെയായിരിക്കും ഉത്തരം. അടുത്തും കൂടി ഒന്ന് കൺഫേം ചെയ്യാം. നോട്ടോകോഡ് എന്താണ്? ആബ്സെന്റ് ആണ്. ആരിൽ? നോൺ കോഡേറ്റിൽ, ശരിയാണ്. നോട്ടോകോഡ് പ്രസന്റ് ആണ്. ആരിൽ? കോഡേറ്റിൽ, വളരെ വളരെ ശരിയാണ്. അപ്പൊ ഓപ്ഷൻ നമ്പർ 3 ആണ് 170ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇനി നമ്മൾ 171ാമത്തെ അസേർഷൻ റീസണിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇൻ കേസ് ഓഫ് സ്നേക്ക് ബൈറ്റ്, പാമ്പ് കടിച്ചാൽ, ദി ഇഞ്ചക്ഷൻ ഗിവൺ ടു പേഷ്യന്റ് പ്രൊവൈഡ്സ് പാസീവ് ഇമ്മ്യൂണിറ്റി. എന്താണ് മക്കളെ നിങ്ങൾക്ക് അതിന്റെ അഭിപ്രായം? ശരിയല്ലേ? അതെ, ശരിയാണ്. ദി ഇഞ്ചക്ഷൻ ഗിവൺ അഗെയിൻസ്റ്റ് സ്നേക്ക് ബൈറ്റ് കണ്ടെയ്ൻസ് പെർഫോംഡ് ആന്റിബോഡീസ് ഇൻ ദി ലൈറ്റ് ഓഫ് എബോവ് ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ അതും ശരിയാണ്. എന്ന് പറഞ്ഞാൽ പാമ്പ് കടിച്ചാൽ അതിന് വേണ്ട ആന്റിബോഡി കൊടുക്കുക. കറക്റ്റ് റീസൺ, കറക്റ്റ് assertion. Both assertion and reason are true, and reason is the correct explanation of assertion. ഒന്നാമത്തെ തന്നെയാണ് എന്ത്? ഇവിടത്തെ ഉത്തരം. 172ാമത്തെ ചോദ്യം. റെസ്പിറേഷൻ ഇൻവോൾവ്സ് ദി ഫോളോയിങ് സെറ്റ്. ബ്രീതിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിലെ റെസ്പിറേഷന്റെ സ്റ്റെപ്സിനെ കുറിച്ച് ഇതാണ്. ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്. ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ബൈ ബ്ലഡ്. നമ്മുടെ റെസ്പിറേഷന്റെ സ്റ്റെപ്പുകളിൽ അത് ഏകദേശം ഒരു രണ്ടാമത്തെ മൂന്നാമത്തേക്ക് വരുള്ളൂ. യൂട്ടിലൈസേഷൻ ഓഫ് O2 ബൈ സെൽസ് ഓഫ് കാറ്റബോളിക് റിയാക്ഷൻ ആൻഡ് റിസൾട്ടന്റ് റിലീസ് ഓഫ് CO2.
അത് ഏകദേശം അവസാനത്തെ സ്റ്റെപ്പാണ്. ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ് O2 and CO2 അക്രോസ് O2 and CO2 അക്രോസ് ആൽവിയോളാർ മെംബ്രെയിൻ, അത് ഏകദേശം ഒരു രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടൊക്കെ വരിക. അറ്റ്മോസ്ഫിയറിക് എയർ ഇസ് ഡ്രോൺ ഇൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആൽവിയോളർ എയർ ഇസ് റിലീസ്ഡ് ഔട്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തായിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഒന്നാമൻ എവിടെയും തേടിക്കൊണ്ടിരിക്കുമായിരുന്നു. ഡിഫ്യൂഷൻ ഓഫ് O2 and CO2 ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂസ്, അത് ഏകദേശം ഒരു നാലാമത്തെ ആയിട്ടൊക്കെ വരിക. അപ്പം നമുക്ക് 1 കഴിഞ്ഞാൽ 2 ആർക്ക് കൊടുക്കാം. ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ് അക്രോസ് ആൽവിയോളാർ മെംബ്രെയിൻ 2 കൊടുക്കാം. 3 ആർക്ക് കൊടുക്കാം. ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ബൈ ബ്ലഡ് 3 കൊടുക്കാം. 4 ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ് O2 and CO2 ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂസ്, അത് 4 കൊടുക്കാം. അവസാനം യൂട്ടിലൈസേഷൻ ഓഫ് O2 ബൈ ദ സെൽസ് ഓഫ് കാറ്റബോളിക് റിയാക്ഷൻസ് ആൻഡ് റിസൾട്ടന്റ് റിലീസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 5 കൊടുക്കാം. ഈ കോമ്പിനേഷൻ ഏതാ വരുന്നത് പിള്ളേരെ? ഓപ്ഷൻ നമ്പർ DCAEB. യെസ്, ഓപ്ഷൻ നമ്പർ 3. നല്ല ക്ലോസ് ആയിട്ടൊന്ന് ക്രോസ് വെരിഫൈ ചെയ്ത് നോക്കണം കേട്ടോ. 172ാമത്തെ ചോദ്യമാണ്. ഞാൻ അതിന് എന്ത് ചെയ്തു, ഓർഡർ മൊത്തത്തിലൊന്ന് വായിച്ചിട്ട് ഞാൻ നമ്പർ ഇട്ടതിന് ശേഷം ആ നമ്പറുമായിട്ടുള്ള കോമ്പിനേഷൻ ഞാൻ എന്ത് ചെയ്തു, ഒന്ന് നോക്കി. DCAEB ആണ് എനിക്ക് വന്ന കോമ്പിനേഷൻ. അത് ഓപ്ഷൻ നമ്പർ 3 ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 163. RNAi എന്ന് പറഞ്ഞാൽ എന്താണ്? RNA ഇന്റർഫറൻസ് ആണ്. നമ്മുടെ mRNAനെ സൈലൻസ് ചെയ്തിട്ട് ഹോസ്റ്റിലേക്ക് കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അവിടെ ഒരു കോംപ്ലിമെന്ററി ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ്. ബയോടെക്നോളജി ആപ്ലിക്കേഷൻസിൽ ഏറ്റവും അവസാനം വരുന്ന ഒരു ഏരിയ ആണത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, there is silencing of a specific A. എന്താണ്? mRNA ആണ്. ഞാനിപ്പോൾ കൂടി പറഞ്ഞിട്ടേ ഉള്ളൂ. ഡ്യൂ ടു കോംപ്ലിമെന്ററി B, അത് ഡബിൾ സ്ട്രാൻഡഡ് RNA ആണ്. ഓക്കെ അല്ലേ? ദാറ്റ് ബൈൻഡ്സ് ടു ആൻഡ് പ്രിവെന്റ്സ് പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? mRNA കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യിക്കില്ല. അതാണ് RNA ഇന്റർഫറൻസിന്റെ ഷോർട്ട്. അപ്പൊ A എന്ന് പറഞ്ഞാൽ mRNA, ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് DNA. ഓപ്ഷൻ നമ്പർ 3 ആണ് ഇവിടുത്തെ ഉത്തരം. ആ സിമ്പിൾ ആ ഒരു ടേം എന്താണ് RNA ഇന്റർഫറൻസ് എന്ന് അറിഞ്ഞിരുന്നാൽ തന്നെ പരിപാടി ഈസിയാണ്. ഇനി 174 എന്ന് പറയുന്നത് എന്താന്ന് നോക്കാം. ബെനൈൻ ട്യൂമേഴ്സ് നോർമലി, ഇത് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ആണ് കേട്ടോ. ബെനൈൻ ട്യൂമേഴ്സ് നോർമലി റിമെയിൻ കൺഫൈൻഡ് ടു ദെയർ ഒറിജിനൽ ലൊക്കേഷൻ. ട്യൂമേഴ്സ് 2 തരത്തിലുണ്ട്. ബെനൈൻ ട്യൂമേഴ്സ് ഒരിടത്ത് നിൽക്കും, മലിഗ്നന്റ് ട്യൂമേഴ്സ് പറന്ന് കളിക്കും. ഒന്ന് ശരിയാണ്. മെറ്റാസ്റ്റാസിസ് ഇസ് ദ മോസ്റ്റ് ഫിയർഡ് പ്രോപ്പർട്ടി ഓഫ് മലിഗ്നന്റ് ട്യൂമേഴ്സ്. വളരെ വളരെ ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് ബിയും ശരിയാണ് ഗൈസ്. ഓപ്ഷൻ നമ്പർ 1 തന്നെയാണ് അതിന്റെ ഉത്തരവും. 174. ഇനി നമുക്ക് അടുത്തയിലേക്ക് പോകാം, ഒട്ടും വിഷമിക്കണ്ട. 175ാമത്തെ ചോദ്യം ഇതാ. ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ പ്രിപ്പയർഡ് ബൈ എലി ലില്ലി, ഒരു അമേരിക്കൻ കമ്പനിയാണ് കേട്ടോ. എലി ലില്ലി എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയാണ്. 1983. വളരെ ശരിയാണ് കേട്ടോ. RNA ഇന്റർഫറൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു. സൈലൻസിങ് ഓഫ് mRNA സൈലൻസ് ചെയ്ത് വെക്കുക, ട്രാൻസ്ലേഷൻ ചെയ്യാണ്ടിരിക്കുക. കോംപ്ലിമെന്ററി ഡബിൾ സ്റ്റാൻഡേർഡ് RNA വന്നിട്ട് അതിനെ സൈലൻസ് ചെയ്യിക്കും. കണ്ടോ? റോസി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ജനിക് ഷീപ്പ് പ്രൊഡ്യൂസിങ് alpha-1 ആന്റിട്രിപ്സിൻ. തെറ്റാണ്. ട്രാൻസ്ജനിക് കൗ പ്രൊഡ്യൂസിങ് alpha lactalbumin. ഇനി ഗോൾഡൻ റൈസ് എന്ന് പറയുന്ന സാധനം വിറ്റമിൻ A എൻറിച്ച്ഡ് റൈസ് വെറൈറ്റി. അതെ, ഒറൈസ സറ്റൈവ എന്ന് പറയുന്ന സാധനം, അതും ശരിയാണ്. സോ ഇവിടെ നമുക്ക് ഓപ്ഷൻ വരുന്ന ഏതാണ്? 3 ആണ് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ 175ാമത്തേൽ 1 മാത്രമേ തെറ്റുള്ളൂ, ബാക്കിയെല്ലാം മാച്ചിങ് ആണ്. ട്രാൻസ്ജനിക് ഷീപ്പ് അല്ല, ട്രാൻസ്ജനിക് കൗ ആണ്. എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? alpha-1 ആന്റിട്രിപ്സിൻ അല്ല, ആൽഫ ലാക്ടാൽബുമിൻ ആണ്. 176ാമത്തെ ചോദ്യം ഇതാ, നമുക്ക് നോക്കാം.
ഇൻഡസ്ട്രിയൽ മെലാനിസം ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നാച്ചുറൽ സെലക്ഷൻ. എവല്യൂഷൻ എന്ന് പറയുന്ന പാഠത്തിന്റെ 5ാമത്തെ പേജിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ മെലാനിസം പോസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷനും പ്രീ ഇൻഡസ്ട്രിയലൈസേഷനും ഇൻഡസ്ട്രിയൽ പീരീഡിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു സംഗതിയാണ്. അവിടെ മോത്തുകളെ കുറിച്ച്, വൈറ്റ് വിങ്ഡ് മോത്തും ഡാർക്ക് വിങ്ഡ് മോത്തിനെ കുറിച്ച് പറയുന്ന ഒരു മെക്കാനിസമാണ്. എക്സാമ്പിൾ ഓഫ് നാച്ചുറൽ സെലക്ഷൻ ശരിയാണ് ഒരു പരിധി വരെ. ഒരുപാട് ചുഴിഞ്ഞ് നോക്കിയാൽ നാച്ചുറൽ അല്ല എന്നൊക്കെ തോന്നും. കാരണം ഒരു ഇൻഡസ്ട്രി വന്നതിന് ശേഷം ഒരു സെറ്റ് ഓഫ് മോത്ത് ഇല്ലാണ്ടാവുക, പിന്നെ ഒരു സെറ്റ് ഓഫ് മോത്ത്, അവിടെ 2 തരം മോത്തുകളുണ്ട്, ബ്ലാക്കും വൈറ്റും. ആദ്യകാലത്ത് ഇൻഡസ്ട്രി വരുന്നതിന് മുമ്പ് വൈറ്റ് മോത്തുകൾ കൂടുതലായിരുന്നെങ്കിൽ ഇൻഡസ്ട്രിക്ക് ശേഷം ബ്ലാക്ക് മോത്താണ്. ഇൻഡസ്ട്രി ഒരു മാൻമെയ്ഡ് ആക്ട് അല്ലേ എന്ന് ചിന്തിക്കണ്ട ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റിക്ക്. സ്റ്റെബിലൈസിങ് സെലക്ഷൻ പ്രൊമോട്ട്സ് മീഡിയം സൈസ്ഡ് ഇൻഡിവിജ്വൽ. ഹാർഡി വെയിൻഗ് പ്രിൻസിപ്പിളില് എന്താ പറയുക, ഇങ്ങനെ സ്റ്റെബിലൈസിങ് സെലക്ഷൻ പ്രൊമോട്ട്സ് മീഡിയം സൈസ്ഡ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്ന ഹാർഡി വെയിഗ് പ്രിൻസിപ്പിൾ ആണ് നിങ്ങൾ റെഫർ ചെയ്യേണ്ടത്. അനലോഗസ് സ്ട്രക്ചേഴ്സ് എക്സിബിറ്റ് ഡൈവേർജന്റ് എവല്യൂഷൻ. അത് തെറ്റാണ്. അവർ കൺവേർജന്റ് എവല്യൂഷൻ ആണ് കാണിക്കുക. അവർ കാണിക്കുന്ന സാധനം എന്തായിരിക്കും? കൺവേർജന്റ് എവല്യൂഷൻ ആണ്. 3 MYAൽ ഓസ്ട്രാലോപിത്തിക്കൻസ് പ്രോബബ്ലി ലിവ്ഡ് ഇൻ ഈസ്റ്റ് അമേരിക്കൻ ഗ്രാസ്ലൻഡ്സ്. തെറ്റാണ്. 3 അല്ല, അവർ 2 ആണ്. 2 MYAലാണ്. ഈസ്റ്റ് ആഫ്രിക്കൻ ഗ്രാസ്ലൻഡ്സ്. അപ്പോൾ സിയും ഡിയും തെറ്റാണ്, എയും ബിയും ശരിയാണ്. ഓപ്ഷൻ നമ്പർ 1. ഇതാണ് 176ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി നമുക്ക് 177ലേക്ക് പോകാം. 177നെ കുറിച്ച് പറയുമ്പോൾ a phospholipid called lecithin is found in the plasma membrane. വളരെ ശരിയാണ്. ലെസിത്തിൻ എന്ന് പറയുന്ന ഫോസ്ഫോലിപ്പിഡ് പ്ലാസ്മ മെമ്പറൈൻ, ശരിക്കും സെൽ മെമ്പറൈനിൽ ഉണ്ടാവാന്നാ പറയാം, പക്ഷെ നമുക്ക് പ്ലാസ്മ മെമ്പറൈനിൽ ഉണ്ടെന്ന് പറയാം. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് possess 1 or more C double bonds. തെറ്റാണ്. അൺസാച്ചുറേറ്റഡ് ആണ് കാണിക്കുക. ജിഞ്ചിലി ഓയിൽ ഹാസ് ഹയർ മെൽറ്റിംഗ് പോയിന്റ് ദാൻ ഫാറ്റ്സ്, ഹെൻസ് റിമെയിൻസ് ആസ് ഓയിൽ ഇൻ വിന്റേഴ്സ്. ഒറ്റ തെറ്റേ ഉള്ളൂ, അതിൽ ഹയർ അല്ല, ലോവർ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഇനി lipids are generally insoluble in water and organic solvent. Organic solvent തെറ്റാണ്. soluble in polar organic solvents. ഏതൊക്കെയാണ് ഈ പോളാർ ഓർഗാനിക് സോൾവെന്റ്സ് എന്ന് ഉദ്ദേശിച്ചാൽ നമുക്ക് ആരെയൊക്കെ പെടുത്താം അതിൽ? ക്ലോറോഫോം, ഈതർ, അസറ്റോൺ, പിന്നെ അങ്ങനെ എത്ര വേണമെങ്കിലും പെടുത്താം. ബെൻസീനൊക്കെ നമുക്കതിൽ എന്ത് ചെയ്യാം, നമുക്ക് പെടുത്താം. സോറി, സോല്യൂബിൾ ഇൻ നോൺ പോളാർ ആണേ, തെറ്റിപ്പോയിട്ടോ. അപ്പം നോൺ പോളാർ ആയിട്ടുള്ള ആൾക്കാർ, നോൺ പോളാർ സോൾവെൻസ്, അതിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾ അറിയണേ സൊല്യൂഷൻസ് എന്ന് പറയുന്ന പാഠം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വ്യക്തമായിട്ട് എന്താണ് പോളാർ എന്താ നോൺ പോളാർ എന്താന്നൊക്കെ. അപ്പോൾ നോൺ പോളാർ ആയിട്ടുള്ള സോൾവെൻസ് ഓർഗാനിക് ആയിട്ടുള്ള ആൾക്കാരിൽ ഈ ലിപ്പിഡ്സ് സോല്യൂബിൾ ആണ്, അതിന് പ്രശ്നമൊന്നുമില്ല. വെള്ളത്തിൽ ഇൻസോല്യൂബിൾ ആണ്, അതിന് യാതൊരു ഡൗട്ടില്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റും തെറ്റായി. ഓക്കെ അല്ലേ? ഇത് നമുക്ക് ഔട്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ കണക്ട് ചെയ്ത് പോകുന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പം നമുക്ക് 177ാമത്തേല് ഏതാണ് കറക്റ്റ് എന്ന് ചോദിച്ചാൽ 1 എ ആണ് കറക്റ്റ്. സോറി, 1 കറക്റ്റാണ്, ബാക്കിയെല്ലാം തെറ്റാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഓപ്ഷൻസിലേക്ക് പോകുമ്പോൾ 177 ഇതാ നോക്കൂ, നമ്മൾ നേരത്തെ കൊടുത്തത് ചെറിയൊരു എറർ വന്നു പോയതാണ് ഗൈസ്, നിങ്ങളൊന്ന് ക്ഷമിക്കണം. അപ്പോൾ ലെസിത്തിൻ ഇസ് ഫൗണ്ട് ഇൻ പ്ലാസ്മ മെംബ്രെയിൻ ശരിയാണ്, ഇത് തെറ്റാണ്. ജിഞ്ചിലി ഓയിൽ തെറ്റാണ്. റിമൈൻസ് ഇൻ വിൻഡറും തെറ്റാണ്. ഞാൻ വേണമെങ്കിൽ അതിന് ഇവിടെ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് തരാം കേട്ടോ. ഇവിടെ നമുക്കിതേ അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂറ്റി നമുക്ക് നെക്സ്റ്റ് പേജിലായി പോകണ്ട കേട്ടോ. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ബാക്കിയായിട്ട് നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യത്തെ എ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ശരിയാണ്.
രണ്ടാമത്തത് അൺസാച്ചുറേറ്റഡ് ആണ്, അത് തെറ്റാണ്. ജിഞ്ചിലി ഓയിൽ ഹയർ അല്ല, ലോവർ ആണ്. പിന്നെ ലിപ്പിഡ്സ് ആർ ജനറലി ഇൻസോലിബിൾ ഇൻ വാട്ടർ, പക്ഷേ ഓർഗാനിക് സോൾവെൻസിൽ നോൺ പോളാറിൽ സോല്യുബിൾ ആണ്, അതുകൊണ്ട് ഇത് തെറ്റാണ്. നോൺ പോളാർ സോല്യുബിൾ ആണ്. അപ്പൊ നോൺ പോളാർ സോല്യുബിൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ബെൻസീൻ വരുന്നുണ്ട്, ക്ലോറോഫോം വരുന്നുണ്ട്, ഈതർ വരുന്നുണ്ട്, എക്സെട്രാ അസറ്റോൺ പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എ ഉള്ളി മാത്രമല്ലേ? ഓപ്ഷൻ നമ്പർ 3 ആണ് കേട്ടോ. മറ്റേ ക്വസ്റ്റ്യൻ പകുതിയായിട്ടാണ് ഞാൻ കാണിച്ചിരുന്നെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ 1 ആയിപ്പോയേനെ. പക്ഷെ നമുക്ക് ഓപ്ഷൻ നമ്പർ 3 ആണ് 177ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി നമുക്ക് 178ലേക്ക് പോകാം ഗൈസ്. 178 അതാ നോക്കൂ. 178 വളരെ ഭംഗിയുള്ളൊരു ചോദ്യമാണത്. ചൂസ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് ജെൽ ഇലക്ട്രോഫോറസസ്. ജെൽ ഇലക്ട്രോഫോറസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് ആണ് സാധനം. അതിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നതാണ്? നമ്മളൊരു വെല്ല് പോലത്തെ ഒരു പരിപാടി, നമ്മൾ ഈ പറയുന്ന DNA ഫ്രാഗ്മെന്റ്സിന്റെ സാധനങ്ങൾ നമ്മൾ കാത്തോഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ DNA ഫ്രാഗ്മെന്റ്സ് ചെറിയ ചെറിയ ആൾക്കാർ പറന്നങ്ങ് നീങ്ങും ആനോഡിലേക്ക്, വലിയ വലിയ ആൾക്കാർ മന്ദം ആനേനെ പോലെ ഇഴഞ്ഞിഴഞ്ഞേ വരുള്ളൂ. അപ്പോൾ ഈ പറയുന്ന സംഗതികളൊക്കെ എന്ത് ചെയ്യും? അതിലേക്ക് അട്രാക്ട് ആവുന്നൊരു പ്രോസസ്സാണ്. പറയാൻ നിന്നാൽ കുറേ പറയാനുണ്ട്, എന്നാലും നമുക്ക് നോക്കാം. DNA ഫ്രാഗ്മെന്റ്സ് സെപ്പറേറ്റ് അക്കോർഡിംഗ് ടു ദെയർ സൈസ് ത്രൂ സീവിങ് എഫക്റ്റ്. വളരെ ശരിയാണ്. ഓക്കെ അല്ലേ? സീവിങ് എന്ന് പറഞ്ഞാൽ അരിക്കുന്ന എഫക്റ്റ് പോലെയാണ്. സ്മോളർ ഫ്രാഗ്മെന്റ്സ് മൂവ് ഫാർദർ ഫ്രം ആനോഡ്. തെറ്റാണ്. മൂവ് ഫാർദർ അല്ല, ക്ലോസർ. DNA സാമ്പിൾസ് ആർ ലോഡഡ് ഇൻ ദ വെൽസ് ക്ലോസ് ടു കാത്തോഡ്. അത് വളരെ ശരിയാണ്. സെപ്പറേറ്റഡ് ഫ്രാഗ്മെന്റ്സ് ക്യാൻ ബി വിഷ്വലൈസ്ഡ് ഓൺലി ആഫ്റ്റർ സ്റ്റെയിനിങ് വിത്ത് എത്തിഡിയം ബ്രോമൈഡ് എക്സ്പോസ് ടു UV ലൈറ്റ്. അതും ശരിയാണ്. നിങ്ങൾ ജെൽ ഇലക്ട്രോഫോറസസ് വ്യക്തമായിട്ട് പഠിച്ചാൽ ഇത് കുറച്ച് ഈസിയർ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പം നമുക്കിതിൽ ആകെ തെറ്റ് എന്തേ ഉള്ളൂ? രണ്ടാമത്തെ ഓപ്ഷൻ മാത്രമാണ്. ഓക്കെ, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, തെറ്റിക്കരുത് കേട്ടോ. അൺഅക്കാഡമി തരുന്ന സാധനങ്ങളൊക്കെ ഇൻകറക്റ്റ് ആണെന്ന് വെച്ചിട്ട് നീറ്റിന് കൊണ്ടുപോയിട്ട് ഈ കറക്റ്റിനെ കൊടുത്ത് ഇൻകറക്റ്റ് ആക്കി വെക്കരുത് കേട്ടോ. അൺഅക്കാഡമി ചിലപ്പോൾ നിങ്ങളെ കുഴപ്പിക്കാൻ ഇൻകറക്റ്റും തരും കറക്റ്റും തരും. എന്നിട്ട് നിങ്ങൾ നീറ്റിന് പോയിട്ട് കറക്റ്റിനെ ഇൻകറക്റ്റ് ആക്കിയിട്ടും ഇൻകറക്റ്റിനെ കറക്റ്റ് ആക്കിയിട്ട് അൺഅക്കാഡമീൻ്റെ നെഞ്ചത്ത് വന്നിട്ട് ഒരു കാര്യമില്ല, എൻ്റെ നെഞ്ചത്ത് വന്നിട്ടും ഒരു കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിരിക്കണം. കറക്റ്റ് ഏതാണ് ഇൻകറക്റ്റ് ഏതാണ്, ആടും മാടും പശുവും കോഴിയും ഒക്കെ തിരിച്ചറിഞ്ഞ് വേണം കുത്താൻ. മനസ്സിലായില്ലേ? 25 ലക്ഷം പേരിൽ നിങ്ങൾ 25,000 പേരെ മാത്രം സർക്കാരിന് എടുത്താൽ മതി, ബാക്കിയുള്ളവരൊക്കെ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്നുള്ള ഭാവമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? നിങ്ങളുടെ ഭാവി നിങ്ങളുടെ ശ്രദ്ധയിലാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒടുക്കത്തെ അവസാനത്തെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം 179ാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ബയോടെക്നോളജി ആപ്ലിക്കേഷൻസിലോ പ്രിൻസിപ്പിൾസിൻ്റെ അവസാനത്തിലോ വരുന്നതാണ്. നമുക്ക് നോക്കാം എന്താണ്. The term used to refer the use of bioresource by multinational companies and other organizations without proper authorization from the countries and people concerned without compensatory payment is. സംഭവം ഒരു കമ്പനീൻ്റെ അപരനെ ഇറക്കിയിട്ടുള്ള പരിപാടിയാണ്, സർപ്ലസിൻ്റെ കളിയാണ്. അതിനെ നമ്മൾ ബയോടെക്നോളജി ലെവലിൽ പറയുന്നൊരു പേരാണെന്ത്? ബയോ പൈറസി എന്ന് പറയുന്ന സാധനം. ഓക്കെ അല്ലേ? ഈ ബയോ പൈറസിൻ്റെ ഡെഫിനിഷൻ ആട്ടോ ഈ കൊടുത്തിരിക്കുന്നത്. ബയോ പൈറസിൻ്റെ ഡെഫിനിഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഓപ്ഷൻ നമ്പർ 1 തന്നെയാണ്. ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോകത്തുള്ള സകല ചരാചരങ്ങളുടെ ഇടയിലുള്ള വ്യത്യാസങ്ങളെയാണ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ബയോ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന പ്രകൃതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ബയോളജിക്കൽ ആസ്പെക്റ്റ് ആണത്. ഇനി ബയോ പേറ്റന്റ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ഈ പ്രകൃതിയിൽ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ രജിസ്റ്റേർഡ് ആവുന്നതാണ് ബയോ പേറ്റന്റ്. അപ്പോൾ ഓപ്ഷൻ നമ്പർ 1 നമുക്ക് ലോക്ക് ചെയ്യാം. ഇനി നമുക്ക് അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. 180ാമത്തെ അവസാനത്തെ ഒടുക്കത്തെ, എൻ്റെ ഒടുക്കത്തെ നിങ്ങളുടെ ഒടുക്കത്തെ എന്ന് പറയുന്നില്ല, ഈ സ്ലൈഡിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. മോർഫിൻ ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദി ലീവ്സ് ഓഫ് കനാബിസ് സറ്റൈവ. എങ്ങനെയാണ് കുട്ടികളെ കഞ്ചാവിന് എമ്മ് കിട്ടുക? നിങ്ങൾ മനസ്സിലാക്കൂ. കനാബിസ് എന്ന് പറയുന്നത് കഞ്ചാവിൻ്റെ സാധനമാണ്. കനാബിസിൽ മോർഫിൻ കിട്ടുമോ? ഇല്ല. മെത്തിന് നമുക്ക് വേറെ സാധനം തന്നെയുണ്ട്. ആ പൊളി സാധനത്തിൻ്റെ പേരാണെന്ത്? പപ്പാവർ സൊമിനിഫറോ. അതും
നല്ല പപ്പാവർ സൊമിനിഫറത്തിന്റെ ഈ പറയുന്ന പോലെ ഇലയാണ്. കഞ്ചാവ് നമ്മൾ ഇലയാക്കി ക്രഷ് ചെയ്താവും വലിക്കുന്നതെങ്കിൽ പപ്പാവർ സൊമിനിഫറത്തിന്റെ ഇലയല്ല, അതിന്റെ പാല് നമ്മൾ എന്ത് ചെയ്യും, ഉണക്കി വെട്ടിയെടുത്ത് പൊടിച്ച് പൊടി പോലെ ആക്കിയിട്ട് വലിച്ചു കയറ്റുന്ന സ്നോട്ടിങ് എന്ന് പറയുന്ന NCERT-യിലുള്ള, ഇതൊന്നും എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് പറയുന്നല്ല കേട്ടോ, NCERT-യിൽ വ്യക്തമായി സ്നോട്ടിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇൻഹലേഷനെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ ഓറലി തിന്നുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട്, ഓറൽ ഇഞ്ചക്ഷനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഫുൾ മെത്തേഡ് അറിയാലോ എന്ന് പറയുന്ന അമ്മച്ചിൻ്റെ ഡയലോഗായിട്ട് വരരുത് കേട്ടോ. ഇതൊക്കെ നമ്മുടെ NCERT തന്നെ പറയുന്നതാണ്. പിന്നെ ഞാൻ അധ്യാപകനായതുകൊണ്ട് എനിക്കിതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്ന ഗതികേട് കൊണ്ട് ഇതൊക്കെ പറയുന്നുണ്ട് എന്ന് മാത്രം. ഞാൻ മാന്യനാണ് കേട്ടോ. അപ്പോൾ പപ്പാവർ സൊമിനിഫറത്തിൻ്റെ ഈ പറയുന്ന പൊടികളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഉണക്കി വാറ്റിയെടുത്ത് പൊടിച്ച് കഴിഞ്ഞ് പാക്കറ്റിലാക്കിയിട്ട് MDMA കോലത്തിൽ ഇങ്ങനെ എന്ത് ചെയ്യും, വിൽക്കുന്നുണ്ട്. ഇന്നും കൂടി ഒരു വാർത്ത വന്നിട്ടേ ഉള്ളൂ, ഇൻഫ്ലുവൻസർ 10 കിലോ ഇതുമായിട്ട് പിടിയിലെന്ന്. പിന്നെ അവരുടെ കയ്യിലൊക്കെ സൂപ്പർ മാർക്കറ്റ് സാധനം കേട്ടോ. അപ്പോൾ കനാബിസ് സറ്റൈവം അല്ല നമുക്ക് ഇവിടെ മോർഫിൻ്റെ കേസിൽ, നമുക്ക് പപ്പാവർ സൊമിനിഫറമാണ്. ഇനി നമുക്ക് ചിക്കൻ ഗുനിയയും അമീബിക് ഡിസെൻട്രിയും നമുക്ക് എന്തിലാണ് നമുക്ക് ഇതാക്കേണ്ടത്? ഇൻകറക്റ്റ് നമുക്ക് ആദ്യമേ തന്നെ കിട്ടി ഒന്നിൽ, ബാക്കിയുള്ള ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യാം. ചിക്കൻ ഗുനിയും അമീബിക് ഡിസെൻട്രി ആർ ട്രാൻസ്ഫേർഡ് ത്രൂ മൊസ്കിറ്റോ ആസ് എ വെക്ടർ. അതൊരു പരിധി വരെ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ഈ ഒരു ചെറിയൊരു എറർ ഉണ്ട്. കാരണം അമീബിക് ഡിസെൻട്രി ഫ്ലൈസിലൂടെ ഈ എന്താ പറയുക, അമീബിക് ഡിസെൻട്രി ഉള്ള ഒരാൾ ഓപ്പൺ സ്പേസിൽ അപ്പിയിട്ട് കഴിഞ്ഞാൽ ആ അപ്പിയിൽ പോയി ഈച്ച പോയി ഇരുന്നിട്ട് ആ ഈച്ച പറന്ന് തന്ന് നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിലൊക്കെ വന്നിട്ട് അങ്ങനെയാണ് നമുക്ക് പടരുക. ഓക്കെ അല്ലേ? മറ്റൊരുത്ത് ചിക്കൻ ഗുനിയ ഉള്ള ഒരു വ്യക്തിനെ പോയി കൊതുക് കടിക്കുന്നു, ബാക്കി ആ കൊതുക് പോയി വേറൊരു മനുഷ്യനെ കുത്തുന്നു, അങ്ങനെയൊക്കെ പടരുന്നതാണ്. അപ്പം ഇതിലും ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇത് തെറ്റാണ്, ഇതും തെറ്റാണ്. ഇനി ആൻറ്റിഹിസ്റ്റമിൻ എന്ന് പറയുന്ന സാധനം, അഡ്രിനാലിൻ ആൻഡ് സ്റ്റിറോയിഡ്സ്, ആൻറ്റിഹിസ്റ്റമിനും അഡ്രിനാലും സ്റ്റിറോയിഡും കൂടി അടിച്ചു കഴിഞ്ഞാൽ അലർജി ഉള്ളവർക്ക് പെട്ടെന്ന് ഇത് വരും, കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ടാണ് നല്ല അലർജി ഉള്ള ആൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞങ്ങോട്ട് ദേഷ്യപ്പെട്ട ഞെട്ടിയാലോ ഒക്കെ അയാളുടെ തുമ്മലിനും ചുമയ്ക്കുമൊക്കെ ചെറിയ മാറ്റം വരുന്നത് എന്തുകൊണ്ടാണ്? അയാൾ ഞെട്ടുമ്പോഴോ, അയാൾ പേടിക്കുമ്പോഴോ, അയാൾ കലിപ്പുണ്ടാക്കുമ്പോഴോ അയാളുടെ കിഡ്നിയുടെ മുകളിൽ കിരീടം പോലെ ഇരിക്കുന്ന അഡ്രീനൽ ഗ്ലാൻഡ് എന്ത് ചെയ്യും? ഈ പറയുന്ന അഡ്രിനാലിനെ പുറത്തുവിടും. അഡ്രിനാലിൻ പുറത്തു വിടുമ്പോൾ എന്ത് ചെയ്യും? ഹിസ്റ്റമിനെയൊക്കെ എന്ത് ചെയ്യും? കുറയ്ക്കും. അങ്ങനെ അയാൾക്ക് കുറച്ചൊരു ആശ്വാസമുണ്ട്. എന്നാലും വലിയ ആശ്വാസമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തുമ്മി നിൽക്കുന്നവനെ പോയിട്ട് ചൊറിയാൻ നിൽക്കേണ്ട, മാന്ത് കിട്ടും കേട്ടോ. എന്നിട്ട് ബയോളജി സാറ് പറഞ്ഞു തന്നാന്നും പറഞ്ഞിട്ട് അച്ഛൻ്റെ അമ്മയുടെ നെഞ്ചത്തങ്ങനെ കയറി അടിയും വാങ്ങി വന്നേക്കരുത് കേട്ടോ. അപ്പോൾ അലർജി തുമ്മിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പൂപ്പൻ്റെ മൂക്കിലൊക്കെ പോയി കൈ ഇടിച്ച് അപ്പൂപ്പനെ കൂടുതൽ തുമ്മിച്ച് കൊണ്ട് ICU കയറ്റിയ മുതലുകളൊക്കെ ഉണ്ട് ഈ നാട്ടിൽ. അപ്പോൾ മാക്രോഫേജസ് ആക്ട്സ് ലൈക്ക് HIV ഫാക്ടറീസ്. ശരിയാണോ? അത് ഒരു പരിധിവരെ ശരിയാണ്, ഇതും ശരിയാണ്. ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷെ നമുക്കതൊരു പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ആയിട്ടോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ്റെ ഡിലീഷനായിട്ടോ നമുക്ക് എന്ത് ചെയ്യാം? ഡിക്ലെയർ ചെയ്യാം. കാരണം ഇവിടെ നമുക്ക് എന്ത് വരുന്നുണ്ട്? ഹൗസ് ഫ്ലൈൻ്റെ ഒരു പ്രസൻസും കൂടെ വരുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ 1 കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ഡിസ്കസ് ചെയ്യുന്നത് വഴി ടെസ്റ്റ് പേപ്പർ 1ൻ്റെ സൊല്യൂഷൻ നമ്മളിവിടെ തീരുമാനമാക്കുകയാണ്. ഓക്കെ അല്ലേ? ഓരോ ക്വസ്റ്റ്യനും നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ഓരോ ചുവടുവെപ്പുകളാണ്. ഓരോ ക്വസ്റ്റ്യനും നിങ്ങളൊരു ഏരിയയിലേക്കുള്ള ഫോക്കസിങ് ആണ്. എല്ലാം വൃത്തിയിലേക്ക് എന്ത് ചെയ്യുക? ഡിസ്കസ് ചെയ്യുക. ക്വസ്റ്റ്യനുകളുടെ ലോകത്ത് മാത്രം പഠിച്ചുകൊണ്ടിരിക്കുക. അത് ക്രാഷ് ആയാലും റിപ്പീറ്റ് ആയാലും റിപ്പീറ്റ് ആയാലും പുസ്തകങ്ങളും പിടിച്ച് അത് കാണാതെ പഠിച്ച് പരീക്ഷ എഴുതുന്ന കാലഘട്ടം കഴിഞ്ഞു. ഇനി നിങ്ങൾ കോളേജിൽ കയറി കഴിഞ്ഞാലേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിലുള്ള കാലഘട്ടം MCQകളാണ്. ബയോ ആവട്ടെ, ഫിസിക്സ് ആവട്ടെ, കെമിസ്ട്രി ആവട്ടെ, കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കുക, ക്വസ്റ്റ്യനുകൾ കണ്ടുകൊണ്ടിരിക്കുക. 100 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അത് പിന്നെയും റിവൈസ് ചെയ്യുന്നവനാണ് 1000 ക്വസ്റ്റ്യൻ ഒരു ബോധമില്ലാണ്ട് ചെയ്യുന്നവനേക്കാൾ ഭേദപ്പെടുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.